നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നോട്ടുമാറ്റലിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി. ജനദുരിതം മൂലം രാജ്യത്ത് കലാപാന്തരീക്ഷം. മാറ്റാവുന്ന നോട്ടിന്റെ പരിധി കുറച്ചത് ജനത്തെ പിഴിയൽ. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. പ്രതിസന്ധിക്ക് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം. സ്തംഭിതമായ സഹകരണ മേഖലയ്ക്ക് വേണ്ടി സർക്കാരിന്റെ സമരം. മോദി സമചിത്തതയില്ലാത്ത ഭരണാധികാരിയെന്ന് പിണറായി. ജനങ്ങളുടെ മേക്കിട്ട് കയറാൻ വന്നാൽ അതിനെ ശക്തമായി എതിർക്കും. ഈ കേരളത്തിലെ സഹകരണ മേഖലയെ എന്തിനു തകർക്കാൻ വരുന്നു എന്ന കാര്യം രാജശേഖര, ഞങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം. എന്താ ഉദ്ദേശം? പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രത്യേക സഭാ സമ്മേളനം. ഇടപെടാമെന്ന് ജെയ്റ്റ്ലിയുടെ ഉറപ്പ്. സമരം കള്ളപ്പണക്കാർക്ക് വേണ്ടിയെന്ന് BJP. പൊതുമേഖലാ ബാങ്കുകളിലെ കിട്ടാക്കടം തിരിച്ചുപിടിക്കാനുള്ള കർമ്മ പദ്ധതി ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. വിദഗ്ധ സമിതി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. 500 കോടിയിലേറെ കുടിശ്ശിക ഉള്ളവരുടെ പട്ടിക പരസ്യമാക്കണോ എന്നും വ്യക്തമാക്കണം. ജഡ്ജി നിയമനത്തിൽ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും തമ്മിലുള്ള പോര് മൂർച്ഛിക്കുന്നു. കേന്ദ്രം മടക്കി അയച്ച പട്ടിക വീണ്ടും സമർപ്പിക്കാൻ കൊളീജിയം തീരുമാനം. വീണ്ടും സമർപ്പിക്കുന്നത് 43 പേരുടെ പട്ടിക. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇന്ത്യ പിടിമുറുക്കുന്നു. ഇന്ത്യയുടെ 455 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. ഇംഗ്ലണ്ട് 5 വിക്കറ്റിന് നഷ്ടമായി. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. അസാധുവായ നോട്ട് മാറ്റിയെടുക്കലിൽ ജനം അനുഭവിക്കുന്ന ദുരിതങ്ങളും യാതനകളും രാജ്യത്ത് കലാപാന്തരീക്ഷം ഉണ്ടാക്കുന്നുവെന്ന് സുപ്രീം കോടതി. മാറ്റിയെടുക്കാവുന്ന നോട്ടിന്റെ പരിധി 2000 രൂപയായി കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ജനങ്ങളെ പിഴിയുന്നതല്ലേ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്ന് അറ്റോർണി ജനറലിനോട് സുപ്രീം കോടതി ആരാഞ്ഞു. രാജ്യത്ത് 100 രൂപയ്ക്ക് ദൗർലഭ്യമുണ്ടോ എന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് നീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം കോടതി നൽകിയതിനു ശേഷമാണ് അസാധുവായ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള പരിധി 2000 കുറച്ചതെന്ന് കപിൽ സിബൽ ഇന്ന് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. നോട്ട് അസാധുവാക്കിയതിനു ശേഷമുള്ള ദുരിതങ്ങളിൽ 47 പേർ ഇതുവരെ മരിച്ചു. രാജ്യത്തെ സഹകരണ മേഖല തകരാറിലാണ്. എന്നിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും കപിൽ സിബൽ ആരോപിച്ചു. അസാധുവായ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള പരിധി 2000 കുറച്ചത് എന്തിനെന്ന് അറ്റോർണി ജനറലിനോട് കോടതി ആരാഞ്ഞു. സർക്കാർ തീരുമാനം ജനങ്ങളെ പിഴിയുന്നതിന് തുല്യമല്ലേ എന്നും കോടതി ചോദിച്ചു. രാജ്യത്ത് 100 രൂപയ്ക്ക് പോലും ദൗർലഭ്യമുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. എന്നാൽ 86% നോട്ടുകളും ഉയർന്ന മൂല്യമുള്ളവയാണെന്നും അതിനാൽ 100 രൂപ ഒരു പരിധിക്കപ്പുറം വിപണിയിലിറക്കാനാകില്ലെന്നും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. ATMകൾ പുനഃക്രമീകരിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. പെട്രോൾ പമ്പുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് നിലവിൽ SBI ഒരുക്കുന്ന സേവനം മറ്റ് ബാങ്കുകൾക്ക് കൂടി നൽകുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. കപിൽ സിബൽ രാഷ്ട്രീയ ആരോപണമാണ് കോടതിയിൽ ഉന്നയിക്കുന്നതെന്നും അറ്റോർണി ജനറൽ വാദിച്ചു. അതേസമയം നോട്ട് അസാധുവാക്കിയതിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾ രേഖാമൂലം അറിയിക്കാൻ സിബലിനോട് കോടതി നിർദ്ദേശിച്ചു. വിവിധ ഹൈക്കോടതികളിൽ നോട്ട് അസാധുവാക്കലിനെതിരെയുള്ള ഹർജികളിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ആവശ്യപ്പെട്ടു. എന്നാൽ ഹൈക്കോടതികളിലെ ഹർജികളിലെ വ്യാപ്തി അറിയാതെ സ്റ്റേ പുറപ്പെടുവിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിവിധ കോടതികളിലുള്ള ഹർജികളെല്ലാം ഒരു ഹൈക്കോടതിയിലേക്ക് മാറ്റണമെങ്കിൽ സർക്കാർ ട്രാൻസ്ഫർ പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ പഴയ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെയും മതസ്ഥാപനങ്ങളെയും വിലക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നികുതി അടയ്ക്കുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികൾ. അസാധുവായ നോട്ടുകൾ നിക്ഷേപിക്കുന്നതിൽ നിന്ന് പാർട്ടികളെ എന്തിനു വിലക്കണമെന്നും കോടതി ആരാഞ്ഞു. B. ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ KN ബാലഗോപാൽ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ ശൂരനാട് രാജശേഖരൻ, ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ്. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായി സ്തംഭിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റിസർവ് ബാങ്കിന് മുന്നിൽ സമരം നടക്കുന്നു. അതിനെല്ലാം അപ്പുറം സുപ്രീം കോടതി രാജ്യത്ത് എന്താണോ നിലവിലുള്ള സാഹചര്യമെന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ എന്തു നടപടിയെടുത്തുവെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. കഴിഞ്ഞ തവണ കോടതി ചോദിച്ചത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്നായിരുന്നു. അതിന് മറുപടി പറയുമ്പോൾ
$4,500 രൂപ എന്ന നോട്ട് മാറ്റിയെടുക്കൽ പരിധി 2000 കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നതെന്ന് കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിന് പുറത്തായി ഈ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? വിജയകുമാർ, കോടതിയിൽ സ്വാഭാവികമായിട്ടും കോടതിയെ മാത്രമല്ല ജനങ്ങളെയും ബോധ്യപ്പെടുത്താനുള്ള ചുമതല സർക്കാരിനുണ്ട്. അതിൽ ആശാവഹമായി ഓരോ ദിവസം കഴിയുന്തോറും ആ ദുരിതങ്ങൾ കുറച്ചു കൊണ്ടുവരികയാണ്. അതിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇതിലൊരു ദുരുദ്ദേശം ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ രാഷ്ട്രീയപ്രേരിതമായി പറയുന്നത്, അതിനപ്പുറത്ത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ ഈ സമരമാർഗങ്ങളിലേക്ക് പോകുമ്പം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ കോപ്പറേറ്റീവ് മേഖലയെ സംബന്ധിച്ചിടത്തോളം കോപ്പറേറ്റീവ്, ഞാൻ ഇപ്പോൾ എൻ്റെ അഭിപ്രായം, ഞാൻ BJPയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരൊരാളാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, ഞങ്ങളാരും കോപ്പറേറ്റീവ് മേഖലയ്ക്കെതിരായിട്ട് ഉള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. തെറ്റായ പ്രചരണമാണ്. ആ പ്രചരണം നടത്തിയിട്ട് ഇപ്പോൾ കോപ്പറേറ്റീവ് മേഖലയിൽ ഒരു ദിവസം പ്രതിദിനം 25,000 കോടി രൂപ കൈകാര്യം ചെയ്തൊരു മേഖലയാണ്. അതിൻ്റേതായ ചരിത്രവുമുണ്ട്. പക്ഷേ ഇല്ലെന്ന് ഇന്നത്തെ സമരം, ഞാൻ ചോദിക്കട്ടെ, ആരാ ഇത് പറയുന്നത്? മുഖ്യമന്ത്രി ഉൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് കോപ്പറേറ്റീവ് മേഖലയ്ക്ക് ഗൂഢാലോചന നടക്കുന്നു, തകരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതല്ലേ കോപ്പറേറ്റീവ് മേഖലയ്ക്കുള്ള ഏറ്റവും വലിയ ഭീഷണി? അത് വരുന്ന അവസരത്തിൽ സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രം എന്താ? അവിടെ പണം നിക്ഷേപം നടത്തേണ്ടവൻ, അവിടെ ഇടപാടിന് പോകേണ്ടവൻ, അതിനെപ്പറ്റി ധാരണയുള്ളവൻ, ഈ താഴെത്തട്ടിലെ ആളുകളുടെ മനസ്സിൽ എന്താ തോന്നുക? ഇത് സുരക്ഷിതമല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പോയിട്ട് ഇടപാടിന് നിൽക്കുമോ? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇതുപോലുള്ള സമരങ്ങളാണ് കേരളത്തിലെ ഈ സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 21,000 സഹകരണ സ്ഥാപനങ്ങൾ ഇതുപോലുള്ളത് മഹാരാഷ്ട്രയിലുണ്ട്, 8,100 ഗുജറാത്തിലുണ്ട്, കേരളത്തിൽ 1,596 ഉണ്ട്. അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതിനെ പരിഹരിക്കുന്ന കാര്യത്തിലും 2 ദിവസത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒരു വലിയ, കാരണം നമ്മുടെ രാജ്യത്ത് സാധാരണ നടപടികൾ ഉണ്ടാകാറുണ്ട്, അസാധാരണ നടപടി ഉണ്ടാകുന്നുണ്ട്. അസാധാരണ നടപടി ഉണ്ടാകുമ്പോൾ എപ്പോഴും BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം നോക്കാതെ സഹകരിച്ചിട്ടുണ്ട്. അതേപോലെ സഹകരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം. ഇത് കള്ളപ്പണം തടയാനും കള്ളനോട്ട് ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് 100% നീലേണ്ടറൊക്കെ ഉണ്ട്, അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവാം. പക്ഷേ ഇതിലിടപെടുമ്പം സ്വാഭാവികമായിട്ട് ഒരു സർക്കാർ അതിന് തുടക്കമിട്ടു, പല സ്റ്റെപ്പിൻ്റെ ഭാഗമാണ്, ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. എല്ലാവരും ചേർന്ന് അതിനെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ വിധിയാണ്. അതിനെ നേരിടാൻ ജനങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ശ്രീ CR നീലകണ്ഠൻ, നമ്മുടെ സഹകരണ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ പരിഷ്കരണ നടപടികളോടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഇതിലൊരു രാഷ്ട്രീയം കൂടി കലർന്നു. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ വലിയ തോതിലുള്ള കള്ളപ്പണ നിക്ഷേപമുണ്ട്. അതുകൊണ്ട് ഈ നോട്ട് മാറ്റൽ പ്രക്രിയ അടക്കമുള്ളവയിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കണമെന്ന് BJP നേതാക്കളുടെ പരസ്യ പ്രഖ്യാപനങ്ങളും ഒക്കെ വന്നു. ഇപ്പോൾ അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ സഹകരണ മേഖല. ഇവിടെ പണകൈമാറ്റം നടക്കുന്നില്ല, നിക്ഷേപങ്ങൾ നടക്കുന്നില്ല, ലോണുകൾ ആവശ്യപ്പെടുന്നവർക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല. ബാങ്കുകളിൽ, സഹകരണ സംഘങ്ങളിൽ അടക്കം കെട്ടിക്കിടക്കുന്ന പഴയ 500, 1000 നോട്ടുകൾ എവിടെ സൂക്ഷിക്കണമെന്ന് പോലും നമ്മളുടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കറിയില്ല. ജില്ലാ സഹകരണ ബാങ്കുകളും ഇതിന് സമാനമായ സാഹചര്യത്തിലാണ്. അങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സമരം, റിസർവ് ബാങ്കിൻ്റെ കേരളത്തിലെ ഓഫീസിന് മുന്നിൽ ഇങ്ങനെ ഒരു സമരം നടത്തിയത് കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നോ അല്ലെങ്കിൽ അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്നോ അങ്ങനെ ഒരു സൊല്യൂഷൻ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നോ കരുതുന്നത് ശരിയാണോ? ഒന്നാമത്തെ കാര്യം, സഹകരണ മേഖല കേരളത്തിൽ നിർണായകമാണ്. പാവപ്പെട്ടവന്റെ പണമാണ്. കർഷകനും തൊഴിലാളിയും സാധാരണ മനുഷ്യനും അവരുടെ ജീവിതം സമ്പാദിച്ചു കിട്ടിയ പണമാണ്. ഈ കാര്യത്തിലൊന്നും ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ സഹകരണ മേഖല ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന ചോദ്യം വരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്കിന്ന് നടത്തിയ സമരത്തോടുള്ള ഒരു ചെറിയ വിയോജിപ്പ്, കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്, ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ പല ദുരിതങ്ങളിൽ പെടുന്നു. ഇത് സഹകരണ മേഖലയുടെ മാത്രം പ്രശ്നമാണ് കേരളത്തിൽ എന്നതിലേക്ക് ഇത് ചുരുങ്ങുന്നു. സഹകരണ മേഖല ശരിയാക്കിയാൽ UDF-നും LDF-നും പിന്നെ പ്രശ്നങ്ങളില്ല എന്ന രൂപത്തിലേക്ക് ചർച്ച വരുന്നു. അത് വലിയ അബദ്ധമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മോഡി ഗവൺമെന്റ് നടപ്പാക്കിയ നയങ്ങളോട് 100% എതിർപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ കള്ളപ്പണമൊന്നും അതിൽ വരാൻ പോകില്ല. ഞാൻ നേരത്തെ ശ്രീധരൻപിള്ള സുഹൃത്ത് പറഞ്ഞതുപോലെ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല, കള്ളപ്പണം കൊണ്ടുവരില്ല. മാത്രമല്ല ഒറ്റ ചോദ്യമേ ഉള്ളൂ, പണം പകരം വെച്ചുകൊണ്ട് പണം പുതിയത് പുതുക്കിയിരുന്നെങ്കിലും ഈ കള്ളപ്പണമൊക്കെ കിട്ടുമല്ലോ. പണം പകരം കൊടുത്ത് ഇതല്ല, നാട്ടുകാരുടെ പണം സർക്കാരിന്റെ കയ്യിൽ വന്നിരിക്കുക. ഇനിയിപ്പോൾ സർക്കാരിന് ഇഷ്ടമുള്ള നിങ്ങൾക്ക് തരും. എനിക്ക് BJP-യോട് അടക്കമുള്ള ഒരു ഒറ്റ ചോദ്യം, സാധാരണ മനുഷ്യർക്കുള്ള ഒരു ചോദ്യം, എന്നേക്കും ഞങ്ങളുടെ
കള്ളപ്പണം വൈറ്റ് ബാങ്കിൽ നിൽക്കിയ പണം ഞങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഇത്ര ചോദ്യമുള്ളൂ. കള്ളപ്പണം നിങ്ങൾ ആരെ വേണി പിടിച്ചോ. ഇവിടെ നികുതി കൊടുത്ത് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പണം എന്ന് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയും. അത് വ്യാപാരത്തിന് കഴിയും. അത് സഹകരണ ബാങ്കിലിട്ടതായാലും RBI മറ്റ് RBI അംഗീകരിച്ച മറ്റു ബാങ്കിലിട്ടതായാലും കുഴപ്പമില്ല. അത് പറയാൻ ഇപ്പോഴും സർക്കാരിന് കഴിയില്ല. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വളരെ ഒന്നും ഈസനായിട്ടില്ല. ഇപ്പോൾ ഒറ്റ ATM, ഞാനിന്ന് പല സ്ഥലങ്ങളിൽ പോയി, എത്ര ATM കേരളത്തിൽ പണം കൊടുക്കുന്നുണ്ട്, എത്ര പണം കൊടുക്കുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹത്തെ കുറ്റം പറയല്ല. ഇന്ത്യയിൽ 86% പണവും പിൻവലിച്ച ഒരു രാജ്യത്ത്, ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത 2000 നോട്ട് മാത്രം കൊടുത്ത ഒരു രാജ്യത്ത് വല്ലപ്പോഴും ഇത്തിരി 500 നോട്ട് കൊടുത്താൽ ഒന്നും തീരുന്നതല്ല പ്രശ്നം. പണം കൈകാര്യം ചെയ്യുന്ന ജനങ്ങൾ അവർ ബുദ്ധിമുട്ടിലാണ്, സഹകരണ ബാങ്കിലായാലും മറ്റു ബാങ്കിലായാലും. അതുകൊണ്ട് ഇതിനെ സമഗ്രമായി കാണണം. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിച്ചത്, രാജ്യം കലാപത്തിലേക്കാണോ? അത് സഹകരണ മേഖലയുടെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തെ എല്ലാ സ്ഥലത്തും കലാപത്തിലേക്കാണ് പോകാൻ സാധ്യത. കാരണം സാധാരണ മനുഷ്യരുടെ ഇൻകം നിങ്ങൾ ഈ പറയുന്ന പോലെ കാർഡിലോ സ്വൈപ്പിലോ ഒന്നും വരുന്ന സംഗതിയല്ല. അതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള പോരാട്ടം ഇന്ത്യയിൽ നടക്കും എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും ഞങ്ങൾ പറയുന്നത്. കാരണം അതുകൊണ്ടാണ് എന്ന് ബാങ്കിങ് സാധാരണ നിലയിലാവും എന്ന് പറയാതെ ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റില്ല. സഹകരണ മേഖലയിൽ മാത്രം ഒതുക്കിയാൽ അത് കേരളീയരോട് ചെയ്യുന്ന ഒരു ചതിയാണ്. ശ്രീ ശൂരനാട് രാജശേഖരൻ, ഈ വിഷയത്തിൽ കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി മൂലം വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടായി. ആളുകൾ ATM-ന് മുന്നിലും ബാങ്കിന് മുന്നിലും ക്യൂ നിൽക്കുന്നു, തെരുവിലാണ് ജനങ്ങൾ മുഴുവൻ. ആ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. സ്വാഭാവികമായും ശ്രദ്ധ മുഴുവൻ ആ സമരത്തിലേക്ക് പോകുന്നു. കേരളത്തിൽ പ്രശ്നമുള്ളത് സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾക്കൊന്നും അവിടെയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രശ്നമുള്ളത് സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ്. ഈ ജില്ലാ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം ഈ നോട്ട് മാറ്റാൻ വീണ്ടും അനുവദിക്കുകയോ അവിടെയുള്ള 500,000 രൂപ നോട്ടുകൾ മാറ്റിയെടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാവുകയോ ചെയ്താൽ ഈ പ്രശ്നമൊക്കെ തീരുമെന്ന മട്ടിലേക്ക് ഈ വിഷയത്തെ ചുരുക്കിക്കൊണ്ടു വന്നില്ലേ ഇന്നത്തെ സമരം എന്നതാണ് ഒരു വിമർശനം. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു നിലപാടില്ലേ? സഹകരണ സമരത്തിൽ ഞങ്ങൾ സർക്കാരിനൊപ്പമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് സമഗ്രമായി ഈ വിഷയങ്ങൾ മുഴുവൻ ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു സമരം സ്വന്തം നിലയ്ക്ക് സംഘടിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കാതിരിക്കുന്നത്? ഞങ്ങളാരും അല്ല പറഞ്ഞത്, പ്രതിപക്ഷവും അല്ല പറഞ്ഞത്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമല്ല പറഞ്ഞത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഇന്ന് പറഞ്ഞിരിക്കുന്നു, രാജ്യം കലാപത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനൊരു നിരീക്ഷണം സുപ്രീം കോടതി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനെ ശ്രദ്ധിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇത് ഭരണപരിഷ്കാരം നടത്തിയ ആൾക്കാരും ശ്രദ്ധിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതല്ലേ ഏറ്റവും വലിയ സ്ഥിതി. രണ്ടാമത്തെ ചോദ്യം, സഹകരണ മേഖലയുടെ പ്രശ്നം മാത്രമാണ് ഇതെന്ന് ആരാണ് പറഞ്ഞത്? കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലുള്ള വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും AK ആന്റണിയും വളരെ വ്യക്തമായി പറഞ്ഞു, തീവ്രവാദ പ്രസ്ഥാനത്തെ തകർക്കാനും കള്ളനോട്ടിനെ നിയന്ത്രിക്കുവാനും കള്ളപ്പണം ഇല്ലാതാക്കാനും ഉപകരിക്കുന്നതാണ് ഈ പദ്ധതിയെങ്കിൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന് വന്നത് നവംബർ മാസം 8-ാം തീയതി തുടങ്ങിയ പരിപാടി ഈ ദിവസം വരെ രാജ്യം മുൾമുനയെ നിർത്തിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞത്, അടുത്ത ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് പറഞ്ഞത്. രാജ്യത്തെ മുൾമുനയെ നിർത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്ത് ചാടിയ ഒരു അപകടകരമായ സ്ഥിതിവിശേഷം രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിനുകൂടി ബോധം വന്നിരിക്കുന്നു എന്നുള്ള ദിവസത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നെ സഹകരണ മേഖലയുടെ മാത്രം പ്രശ്നമാണ് ഇതെന്ന് ആരാ പറഞ്ഞത്? പക്ഷെ സഹകരണ മേഖലയും കൂടി പ്രശ്നമാണ് കേരളത്തിനെ സംബന്ധിച്ചോളം. 63,000 കോടി രൂപയുടെ നിക്ഷേപമുള്ള ഒരു പ്രസ്ഥാനം, 14 ജില്ലാ സഹകരണ ബാങ്കുകൾക്കുമായി 793 ബ്രാഞ്ചുകളുള്ള പ്രസ്ഥാനം, അത് ഓട് പൊളിച്ച് താഴോട്ട് വന്നതല്ല. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ലൈസൻസ് കൊടുത്തതിന്റെ അടുത്തിൽ പ്രവർത്തിക്കുന്ന 14 ജില്ലാ സഹകരണ ബാങ്കുകൾ ഈ ദേശീയ നാഷണലൈസ്ഡ് ബാങ്കുകളോടൊപ്പം, വാണിജ്യ ബാങ്കുകളോടൊപ്പം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനോടൊപ്പം, അർബൻ ബാങ്കിനോടൊപ്പം ലൈസൻസ് കൊടുത്ത ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നിക്ഷേപം സ്വീകരിക്കാൻ കഴിയില്ല, നോട്ട് മാറിക്കൊടുക്കാൻ പറ്റുന്നില്ല, അവർ കൊടുത്ത വായ്പയുടെ പണം തിരിച്ചെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ
ഈ നാട്ടിൻ്റെ സ്ഥിതി എത്ര പരിതാപകരമായി പോകും. വാണിജ്യ ബാങ്കുകൾക്കും നാഷണലൈസ് ബാങ്കുകൾക്കും ചെയ്യുന്നതിനേക്കാൾ എത്രയോ കാര്യം നമ്മുടെ ഗ്രാമീണ സമ്പദ്ഘടനയുടെ ഏതാണ്ട് രക്തധമനിയാണ് നമ്മുടെ ഈ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ. ചെറുതായി അതിനെ കാണരുത്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം അതിനുണ്ട്. സംസ്ഥാന സഹകരണ ബാങ്കിന്റെ 100 വർഷം പിന്നിട്ട ചരിത്രം, അതിന്റെ ആഘോഷങ്ങൾ ഈ അടുത്ത ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. പ്രൈമറി ബാങ്കുകൾക്ക് പോലും 100 വർഷം പഴക്കമുണ്ട് കേരളത്തിൽ. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും അതുകൊണ്ട്. അപ്പം ഞങ്ങൾ സഹകരണ മേഖലയെ ഒറ്റക്കെട്ടായി പറയുന്നില്ല. ജില്ലാ സഹകരണ ബാങ്കുകൾക്ക്, അതാണ് പറയുന്നത്, ലൈസൻസ് കൊടുത്ത ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ ഇനി ആവർത്തിക്കുന്നില്ല. 52 ലക്ഷം ഇടപാടുകൾ അവർക്കുണ്ട്. ആ ഇടപാടുകാർക്ക് വേണ്ടി ഈ 8-ാം തീയതി മുതൽ ഇന്നേതുവരെ അവർ കൊടുക്കുന്ന നിക്ഷേപം സ്വീകരിക്കാനോ അവർ കൊടുത്ത വായ്പയുടെ പണം സ്വീകരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം കലാപത്തിന്റെ പക്കത്തിലല്ലേ കൊണ്ടുപോയത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും അതിന്റെ ധനകാര്യമന്ത്രിയും ഡൽഹിയിൽ ചെന്ന് ഈ അവസ്ഥ പറഞ്ഞിട്ട് പോലും നീതി കിട്ടാതെ വന്നപ്പോൾ, അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ജെയ്റ്റ്ലി പറഞ്ഞത്, ഞാൻ തീർച്ചയായിട്ടും റിസർവ് ബാങ്കിന്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. അവർ ഫ്ലൈറ്റ് കയറുമ്പോൾ പറഞ്ഞ വാക്കുകൾ അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നിക്ഷേപം സ്വീകരിക്കാനുള്ള സാഹചര്യം 14-ാം തീയതി വരെ കൊടുത്തിരുന്നു, അതുപോലും പിൻവലിച്ചു. എന്തൊരു രാഷ്ട്രീയ മറിമായോ അതിന്റെ പിന്നിൽ നടക്കുന്നത്. അതാണ് അക്കാര്യത്തിലുണ്ടായ വലിയ വിമർശനം. അതാണ് ഞാൻ താങ്കളിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ PS ശ്രീധരൻപിള്ള, 61 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ സംവിധാനം. അതിൽ ആ സഹകരണ സംവിധാനത്തെ അല്ലെങ്കിൽ ആ സഹകരണ ബാങ്കുകളെ അല്ലെങ്കിൽ സംഘങ്ങളെയൊക്കെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും വിശ്വാസത്തിലെടുക്കാതിരിക്കുന്നത്? ഇപ്പോഴത്തെ പ്രതിസന്ധിക്കൊരു പരിഹാരം കൂടിയാകുമായിരുന്നില്ലേ ആ ജില്ലാ സഹകരണ ബാങ്കുകളെയും അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള സഹകരണ സംഘങ്ങളെയും ഒക്കെ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ആളുകളുടെ ക്യൂ നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറയുമായിരുന്നു. അവിടെയും കൂടി അതിനൊരു ആശ്വാസം കിട്ടുമെങ്കിൽ കുറേ ആളുകൾ അങ്ങോട്ട് പോകുമായിരുന്നു, അവിടെയും കാര്യങ്ങൾ നടക്കുമായിരുന്നു. സാധാരണക്കാർക്ക് വേഗത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളാണ്. അങ്ങനെ അവരെ ഇതിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നത് സഹകരണ ബാങ്കുകളിൽ വലിയ തോതിൽ കള്ളപ്പണ നിക്ഷേപമുണ്ട്. അങ്ങനെ പറയുന്നതിന് പകരം കേരളത്തിലെ സഹകരണ സംഘങ്ങളെ കൂടി ഈ പ്രക്രിയയുടെ ഭാഗമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് BJP നേതാക്കൾ പറയുകയായിരുന്നില്ല ഈ ഘട്ടത്തിൽ കരണീയമായിട്ടുണ്ടായിരുന്ന കാര്യം? എന്തുകൊണ്ട് അതിന് BJP നേതാക്കൾ തയ്യാറായില്ല? വിജയകുമാർ, ഇത് ഒന്നുകിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇവിടെ വിജയകുമാർ ആങ്കറാണ്, ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ബഹുമാനിക്കുന്ന ശൂരനാട് അദ്ദേഹത്തിന് അറിയാത്തതല്ല. 2005 ചന്ദ്രുക്കറോ, ഞാൻ പേര് തെറ്റുമെന്ന് എനിക്കറിയില്ല, 2005 മദ്രാസിലെ ആ സാമ്പത്തിക വിദഗ്ധനെ ആരാ അപ്പോയിൻ്റ് ചെയ്ത് കോപ്പറേറ്റീവ് മേഖലയെപ്പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് നൽകാൻ? 2009 കൊടുത്ത റിപ്പോർട്ടിൻ്റെ അന്തസ്സത്തെ റിസർവ് ബാങ്ക് ഉൾക്കൊണ്ടപ്പം അതിൻ്റെ പ്രധാന വ്യവസ്ഥ എന്താ ബഹുമാനപ്പെട്ട ശൂരനാട്? അതിലെ വ്യവസ്ഥ നമ്മുടെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ആ സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം അവർ ബാങ്കിൻ്റെ റോളിലേക്ക് വരാൻ പാടില്ല, മെമ്പർമാർക്ക് മാത്രമായി ചുരുക്കണം. അതോടനുബന്ധിച്ച് വന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളല്ലേ ഇതിൽ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കാര്യങ്ങളിൽ ഇതുണ്ടാവാനുള്ളത്? അതുകൊണ്ട് തന്നെയല്ലേ മറ്റുള്ള വാണിജ്യ ബാങ്കുകളിലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ പാൻ കാർഡും അതിൻ്റെ സോഴ്സിനെ സംബന്ധിച്ച് മിനിമം അതെങ്കിലും വേണം. അതില്ലാതെ കളക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് പ്രൈമറി ബാങ്കുകൾ എന്നുള്ളത് കൊണ്ടാണ് ആ നിയന്ത്രണം റിസർവ് ബാങ്കിൻ്റെ കൺട്രോൾ അവർ അംഗീകരിക്കില്ല. അത് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ തടസ്സം ഇതാണ്. അത് കൺട്രോളിന് വേണ്ടിയിട്ട് അതിൻ്റെ പരിധി കൊണ്ടുവരാനുള്ള തടസ്സം ഈ റിപ്പോർട്ടാണ്. ഇതെല്ലാം ചെയ്ത ആളുകൾ, അതിനെ എതിർക്കാത്തവർ, കേരളത്തിലെ UDF ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അധാർമികമായി ദൈവത്തെയെങ്കിലും ഭയപ്പെടേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇത് ആര് പഠിക്കുന്നു? നീലകണ്ഠനുണ്ട് ഇതിൽ. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥ കൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, 1600 ഇവിടെ ഉള്ളൂ, 21,000 പേരുള്ള സ്റ്റേറ്റുണ്ട്, പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റിൽ 8,100 ഇതൊരു പ്രശ്നമാണ്. അത് പഠിച്ചിട്ട് പരിഹാരം ചെയ്യാമെന്നുള്ള നിലക്കാണ് കേരള മന്ത്രിമാരോടും ധനമന്ത്രി പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശ്രമിക്കുന്നു. അതിൻ്റെ അകത്ത് കള്ളപ്പണം ഉണ്ടോ? കള്ളപ്പണം എല്ലാ ബാങ്കിലും ഉണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനൊരു നിബന്ധനകളില്ലാതെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതായതുകൊണ്ട്. അതുപോലെ അത് അപ്പം തന്നെ ഇപ്പം നമ്മുടെ വാണിജ്യ ബാങ്കിലൊരു ഡെപ്പോസിറ്റ് വന്നാൽ ആ നിമിഷം അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ ഇൻകം ടാക്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലെത്തും. നാളെ വിജയകുമാർ കൊണ്ടുപോയിട്ട് 1 ലക്ഷം രൂപ ഇട്ടാൽ ആ നിമിഷം വിജയകുമാറിൻ്റെ പാൻ കാർഡിൻ്റെ അത് അവിടെ അറിയിക്കാൻ സാധിക്കും. മറ്റേ ബാങ്കുകൾക്കത് സഹകരണ സംഘങ്ങൾക്ക് വേണ്ട. ആ ആംഗിളിലാണ് അല്ലാതെ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ സഹകരണ മേഖല തകർക്കാൻ ഞാൻ ഒരിക്കലും ഏത് നേതാവ് പറഞ്ഞാലും ശരി,
കാരണം സഹകരണ മേഖല, കാരണം ഭരിക്കുന്ന ഒരു പക്ഷേ ഇടതുപക്ഷമായിരിക്കാം, അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് കോൺഗ്രസ് ആയിരിക്കാം, ഇടതുപക്ഷത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സും അതായിരിക്കാം. പക്ഷെ അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, 25,000 കോടി രൂപ ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനത്തെ പറ്റി ആ മേഖല മുഴുവന് അങ്ങോട്ട് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് റീസണബിളായി ചിന്തിക്കുന്ന ഒരാളാണ് അതിന് ചെയ്യാൻ സാധിക്കില്ല. അതേ സമയത്ത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ രാഷ്ട്രീയക്കാരുടെയും മറ്റുള്ളവരുടെയും ധാരാളം കള്ളപ്പണമുണ്ട്, അതും ചിന്തിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് അതിനോട് നോട്ടീസ് കൊടുത്ത് പരിശോധിക്കാനൊന്നും തടസ്സമൊന്നുമില്ല. മറിച്ച് മറ്റ് വാണിജ്യ ബാങ്കുകളെ പോലെ അപ്പോൾ അറിയിക്കാനുള്ള ബാധ്യതയില്ലാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ട് അവിടെ കൂടുതൽ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷേ ഇതിന് ഇപ്പം തടസ്സം എന്താണെന്ന് വെച്ചാൽ 500 രൂപ നോട്ടും 1000 രൂപയുടെ നോട്ടും അവർക്ക് സ്വീകരിക്കാൻ ഉള്ള അധികാരം നൽകിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ സാധാരണ മറ്റ് ബാങ്കുകളെ പോലെ തന്നെ പോകാൻ സാധിക്കുമെന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. നബാർഡിൻ്റെ ഇടപാട് എന്നേക്കാൾ കൂടുതൽ ഷുറിനാണ് അറിയാം, ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നബാർഡിൻ്റെ കൺട്രോളിൽ വരുന്നത് അത്തരം ബാങ്കുകൾ കേരളത്തെ സംബന്ധിച്ചുള്ള ബാങ്കുകൾക്ക് ഒരു പ്രശ്നവുമില്ല, മറ്റ് ബാങ്കുകളെ പോലെ തന്നെയാണ്. അതുപോലെ 100 കോടിക്കപ്പുറം ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഇതായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള ഈ നിബന്ധനകളൊക്കെ കൊണ്ടുവന്ന UPA സർക്കാർ, ആ കമ്മിറ്റിയെ വെച്ച് അത് കൊണ്ടുവന്ന ആളുകൾ ആത്മാർത്ഥത ഇല്ലാതെ ഇങ്ങനെ പറയാം. ഞാൻ ആ വ്യക്തിപരമായിട്ടല്ല, ചൂരനാടിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമുള്ള ആളാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും CPM ഒക്കെ ആ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കരുത്, ജനങ്ങളെ പഠിപ്പിക്കേണ്ടവരാണ് രാഷ്ട്രീയക്കാരെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇക്കാര്യത്തിൽ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കാനുള്ള തീരുമാനത്തെ ആദ്യഘട്ടത്തിൽ സ്വാഗതം ചെയ്ത പലരും പിന്നീട് അവരുടെ നിലപാടിൽ അവർ വിശദീകരണം നൽകിയത് ഇങ്ങനെയായിരുന്നു: ഇത്രയും ഒരു നല്ല കാര്യം ഇത്രയും വഷളായും മുന്നൊരുക്കമില്ലാതെയും നടപ്പാക്കുമെന്ന് ആരെങ്കിലും കരുതുമോ എന്നാണ്. ആ നിലയിൽ ഈ പദ്ധതിയെ പിന്തുണച്ചവർക്ക് പോലും പിന്നീട് അത് മാറ്റി പറയേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഒരു മുന്നൊരുക്കം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ പണലഭ്യത ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് വേണ്ട നടപടികൾ ഉണ്ടായില്ല. നമ്മളുടെ ബാങ്കുകൾ ആ നിലയിൽ സജ്ജീകരിക്കപ്പെട്ടിരുന്നില്ല. ഇതൊക്കെയാണ് വിമർശനങ്ങൾ. ഇതിലൊതുങ്ങുമോ ഈ വിമർശനങ്ങൾ? അതോ ഇതിനപ്പുറത്തേക്ക് ഈ പദ്ധതിയുടെ ഈ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഇപ്പോഴും സംശയിക്കുന്നവരുണ്ട്? താങ്കൾ അതിലേത് പക്ഷത്താണ്? ഞാൻ നമ്മുടെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയോ ഊർജിത് പട്ടേൽ എന്ന RBI ഗവർണറോ അരുൺ ജെയ്റ്റ്ലിയോ ഒന്നും വിവരമില്ലാത്ത ആളുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. നല്ല അറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. അവർ ചെയ്തത് അവരുദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കള്ളപ്പണം തടയാനാണ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഒരുക്കമൊക്കെ ചെയ്താലും കള്ളപ്പണം തടയാമായിരുന്നു. ഈ രാജ്യത്ത് ജനങ്ങളെ തെരുവിലിറങ്ങി ഓടിക്കേണ്ടായിരുന്നു. ഇവിടെ ചെയ്യാമായിരുന്നത് പകരം നോട്ട് വെച്ചാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നോട്ട് മാറ്റിയാൽ മതി. 100-ന്റെ 500-ന്റെ വേറെ പുതിയ നോട്ട് ഇറക്കുകയോ അല്ലെങ്കിൽ 2000-ന്റെ നോട്ട് ഇറക്കുകയോ അല്ലെങ്കിൽ 600-ന്റെ നോട്ട് ഇറക്കുകയോ എന്ത് വേണി ചെയ്യാം. അതൊക്കെ അവരുടെ ഇഷ്ടം. പുതിയ നോട്ട് ഇറക്കിയാൽ മതി, ഇല്ലാത്ത നോട്ട് ഇറക്കിയാൽ മതി. പക്ഷേ അതായിരുന്നില്ല ഇതിന്റെ ലക്ഷ്യം എന്നറിയാൻ വളരെ പെട്ടെന്ന് മനസ്സിലായി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നോട്ടിന്റെ സർക്കുലേഷനിലുള്ള നോട്ടിന്റെ അളവ് കൂട്ടുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇതിലെ പ്രധാന പ്രശ്നം. അത് കൂട്ടുന്നില്ല അടുത്തൊന്നും. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന 17 ലക്ഷം കറൻസിയിൽ 14.5 ലക്ഷം പിൻവലിച്ചിട്ട് എത്ര പുതിയതായി കൊണ്ടുവരും എന്ന ചോദ്യം. കൊണ്ടുവന്ന നോട്ട് 2000-ന്റെ ആയതുകൊണ്ട് അത് കൊണ്ടുവന്ന ഫലമില്ലാതായി. അളവിൽ കുറച്ച് കൂടിയെന്നല്ലാതെ സാധാരണ ട്രാൻസാക്ഷന് 2000 ഇല്ലാതെ. അപ്പോൾ ഫലത്തിൽ 2000-ന്റെ നോട്ട് ട്രാൻസാക്ഷന് കറൻസിയിൽ ഉപകാരമില്ലാത്ത കറൻസിയായി. കാരണം അതിനേക്കാൾ ചെറുതാണ് ഇവിടെ പിൻവലിച്ചത്. ഇപ്പോൾ 10-ന്റെ നോട്ട് പിൻവലിച്ചിട്ട് 100-ന്റെ നോട്ട് കൊണ്ടുവന്ന് മാറിയ അങ്ങനെ പോരാ. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോഴാണ് ഇതിന്റെ ലക്ഷ്യം വരുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഊർജിത് പട്ടേൽ എന്ന് പറയുന്ന RBI ഗവർണറെ കൊണ്ടുവരുന്നത് മുതൽ ഇതിൽ പ്രശ്നങ്ങളുണ്ട്. ഊർജിത് പട്ടേലിന് മുമ്പുണ്ടായിരുന്ന രഘുരാം രാജന്റെ നിർദ്ദേശങ്ങൾ മുതൽ നമ്മൾ വായിച്ചാൽ ഇവിടെ കിട്ടാക്കടം 6,4 ലക്ഷം കോടി രൂപയുണ്ട്. അത് തിരിച്ചു പിടിക്കണമെന്ന രഘുരാം രാജന്റെ സ്ഥാനം പോകുന്നു. പകരം വരുന്നത് ഊർജിത് പട്ടേൽ ആരാണ്? റിലയൻസിന്റെ അഡ്വൈസർ. ഇവിടുത്തെ ഏറ്റവും വലിയ കിട്ടാക്കടം കിട്ടേണ്ട ആൾ റിലയൻസും കൂടിയാണ് എന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടാക്കടം പിരിച്ചിട്ടല്ല ബാങ്കുകൾ ശക്തിപ്പെടുത്തേണ്ടത്, നാട്ടുകാരുടെ പണം പിരിച്ചിട്ടാണ് എന്നിടത്തേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് പണം വിട്ടുകൊടുക്കാത്തത്. പണം വിട്ടുകൊടുക്കാൻ ഗവൺമെന്റ് മടിക്കുന്നത് കിട്ടാക്കടം പോയ കാശിന് പകരം നമ്മുടെ പണം വച്ചിരിക്കുക. വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ക്രൈസിലിന്റെ മോഡിയുടെ റേറ്റിംഗ് ഉണ്ടായിരുന്നു 1.25 ലക്ഷം കോടി രൂപ അടിയന്തരമായില്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ പ്രശ്നത്തിലാവും. അങ്ങനെ കിട്ടും. നാട്ടുകാരുടെ പൈസ അല്ലാതെ ഇവർക്ക് കൊടുത്ത പൈസ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. എന്നിട്ടും അവർക്ക് ഇളവ് കൊടുത്തുകൊണ്ടിരിക്കുക. കിട്ടാക്കടക്കാർക്ക് ഇളവ് കൊടുത്തുകൊണ്ടിരിക്കുക. പാവം മല്ലയ്ക്കൊക്കെ കൊടുക്കുക, സഹായിക്കുക. നല്ലത്. അപ്പൊ ആ അർത്ഥത്തിൽ
ഞാൻ ഇതിനെ കാണുന്നത് ഒരിക്കലും ഒരു അവധാനത കുറവല്ല, വളരെ പ്ലാൻഡായി ഇന്ത്യൻ ജനതയെ കൊള്ളയടിക്കുന്ന, അല്ലെങ്കിൽ പറയണമായിരുന്നു ഇത്ര ദിവസത്തിനകം നിങ്ങൾക്ക് ഇത്ര ശതമാനം നോട്ട് വീതം വരും. ഇപ്പം എന്താ കണ്ടതെന്ന് സുപ്രീം കോടതി ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. 4000 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുക എന്താ ഒരാഴ്ച കഴിയുമ്പോൾ അത് 8000 ആയി കൂട്ടുന്ന. അങ്ങനെയല്ല, 4000 കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ 2000 ആയി. കാരണം പൈസ ഇല്ല, പൈസ അടിക്കുന്നില്ല. പൈസ അടിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഇത്രയും കാശ് കിട്ടിയല്ലോ. ഇപ്പോൾ 3 ലക്ഷം കോടി 4 ലക്ഷം കോടി തിരിച്ചു കിട്ടി. 4 ലക്ഷം കോടി കിട്ടിയെന്നുണ്ടെങ്കിൽ 4 ലക്ഷം കോടിയുടെ പുതിയ നോട്ട് ഇറക്കാലോ. അതിന് ഇന്ത്യ രാജ്യത്ത് ഒരു നിയമ തടസ്സമില്ല. അത് അടിച്ചു വെക്കാലോ. ഇവർക്ക് അടിച്ചു വെച്ചിട്ട് എപ്പോൾ വേണി ഇറക്കാം. ഒരു രാത്രി കൊണ്ട് അടിക്കുന്നു ഒന്നുമല്ലല്ലോ നോട്ട്. പിന്നെ അത് മാത്രമല്ല, 2000-ന്റെ നോട്ട് അടിച്ചിട്ട് അതിടാൻ ATM മെഷീൻ ഇല്ല. ഇതെന്താ അത്? നമ്മൾ വീട്ടിലൊരു കളിപ്പാട്ടം മേടിച്ചു കൊണ്ടിട്ട് അതിന് ബാറ്ററി ശരിയാവണില്ല എന്ന് പറയുന്ന പോലുള്ള കാര്യമോ? ഒരു നോട്ട് അടിക്കുമ്പോൾ അത് ATM മെഷീനിൽ കൂടി പോകണം എന്ന് തീരുമാനിക്കാൻ അത് എപ്പോഴാണ് തീരുമാനിക്കുന്നത്? അതെല്ലാം അടിച്ച് നോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ATM മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ? ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. ഇനിയിപ്പോൾ ബാക്കി പുതിയ നോട്ടുകൾ എങ്ങനെ കൊടുക്കുന്നത്? 500-ന്റെ വരുന്ന നോട്ടും ATM-ൽ കയറില്ല. നമ്മൾ നോക്കുക, 500-ന്റെ നോട്ട് ATM-ൽ കയറില്ല. ഈ നോട്ട് അടിച്ച് ഇന്നലെ രാത്രി തീരുമാനിച്ചതല്ല, അതിനു മുമ്പ് ATM മാറണമായിരുന്നു. എന്ത് ATM മാറാതിരുന്നത്? അപ്പൊ തെറ്റ് പറ്റി എന്നല്ല, ബോധപൂർവം ഇന്ത്യൻ ജനങ്ങളുടെ പണം ഈ ഊർജിത് പട്ടേലിന്റെ നിയന്ത്രണത്തിലുള്ള റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു. അതിന് ഊർജിത് പട്ടേൽ എന്ന് പറഞ്ഞാൽ കൃത്യമായും റിലയൻസിന്റെ പ്രതിനിധിയാണ്. അതുപോലെയുള്ള ആളുകൾക്ക് കളിക്കാൻ നമ്മുടെ പണം ഇട്ടുകൊടുത്തിരിക്കുന്നു. സുഹൃത്തെ, ആ പണം നിങ്ങൾക്ക് നന്നായി ഉറപ്പുള്ള ഇവിടെ പാവപ്പെട്ടവരുടെ പണം അതിങ്ങോട്ട് തിരിച്ചു തന്നാൽ മതിയായിരുന്നു. നിങ്ങൾ കള്ളപ്പണക്കാരെയോ കള്ളനോട്ടുകാരെയോ ആരെ വേണി പിടിച്ചോ, നികുതി അടച്ച് ഞങ്ങൾ അടച്ചിട്ടുള്ള പണം ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ചികിത്സിക്കാൻ ഇതിനൊക്കെയുള്ള പണമാണ്. ഇപ്പോൾ ഭക്ഷണം മേടിക്കാൻ. ഇപ്പം ഇവിടെ കേരളത്തിൽ ചെറുകിട വ്യാപാരത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാം. കേരളത്തിലെ ചെറുകിട കാർഷിക മേഖലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാം. നിർമ്മാണ മേഖലയുടെ തൊഴിൽ ഏതാണ്ട് നിലച്ച മട്ടാണ്. കൂലി കൊടുക്കാനില്ല. ഇത് എത്ര കാലത്തേക്ക് നീളും? കുറച്ചു കാലം കൊണ്ട് തീരുമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ ക്യൂ ആളില്ല എന്ന് പറഞ്ഞാൽ ശരിയാ. ഞാൻ വരാം. ശ്രീ ആർ നീലകണ്ഠൻ, അതാണ് ഇക്കാര്യത്തിലുണ്ടായ വലിയ വിമർശനം. ശ്രീ KN ബാലഗോപാൽ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ KN ബാലഗോപാൽ, ഇപ്പോൾ ഇന്നത്തെ സമരം സംബന്ധിച്ചുള്ള വിഷയമായിരുന്നു നമ്മൾ ആദ്യം പരിഗണിച്ചത്. RBIയുടെ മുന്നിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും നടത്തിയ സമരം, ആ സമരത്തിന്റെ ഉദ്ദേശം സഹകരണ മേഖലയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉണ്ടാകണം എന്നതായിരുന്നുവല്ലോ. പക്ഷേ ആ സമരം സഹകരണ മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ പ്രശ്നമുള്ളത് എന്ന നിലയിലേക്ക് പരിമിതപ്പെട്ടു പോയോ എന്നതാണ് ഒരു വിമർശനമായി ഈ ചർച്ചയിൽ പലരും ചൂണ്ടിക്കാട്ടിയത്. സഹകരണ മേഖലയിൽ മാത്രമല്ലല്ലോ പ്രശ്നം, വലിയ തോതിൽ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തോടെ. ആ ബുദ്ധിമുട്ടുകളെ മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്ന നിലയിലേക്ക് ആ സമരം മാറിയില്ല. സഹകരണ മേഖലയിലെ പ്രശ്നം മാത്രം എന്ന നിലയിലേക്ക് ആ വിഷയം മാറിയതോടുകൂടി പൊതുവായ ശ്രദ്ധ ആ സഹകരണ മേഖലയിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയി എന്ന വിമർശനമാണ് ഈ സമരം കഴിഞ്ഞപ്പോൾ ഉയരുന്നത്. ആ വിമർശനത്തിന് ഒരു അടിസ്ഥാനവുമില്ല. കാരണം സഹകരണ മേഖലയിലെ പ്രശ്നം വളരെ കാര്യമായിട്ട് ഉന്നയിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ സഹകരണ മേഖലയിലെ പ്രശ്നം തന്നെ എന്തിൻ്റെ പ്രൊഡക്റ്റാണ്? ഈ വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനത്തിൻ്റെ പ്രൊഡക്റ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഡൽഹിയിൽ MP-മാരും എല്ലാം ആയിട്ട് യോഗം ചേർന്നു. MP-മാർ അവിടെ ഈ പ്രശ്നം ഉന്നയിച്ചു. പാർലമെന്റിൽ ഈ പ്രശ്നമാണ് ഉന്നയിക്കപ്പെടുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചു. സഹകരണ മേഖല മാത്രമാണ് പ്രശ്നമെന്നല്ല, സഹകരണ മേഖല പക്ഷേ വളരെ വലിയ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച്. അതിനകത്ത് BJPയുടെ ഒരു സമീപനമുണ്ട്. BJP പറയുന്നത് എന്താ? സഹകരണ മേഖല ഇവിടെ ഈ CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാണ് ഇപ്പം ഇടയ്ക്ക് ഇന്നലെ പറഞ്ഞെന്ന് പറയുന്നത്. ഇന്ന് ഒരു മന്ത്രി പറഞ്ഞു കേരളത്തിലെ സഹകരണ മേഖല BJPക്ക് ദൗർഭാഗ്യവശാൽ BJPക്ക് അങ്ങനെ കാര്യമായ സഹകരണ മേഖലയിൽ ഇവിടെ പ്രവർത്തനമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, അവരുടെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. കേരളത്തിലെ സഹകാരികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ മേഖലയിലും ഉള്ള ആളുകൾ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ശ്രീ ശൂരനാട് രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷത്തോളം കോടി രൂപയെങ്കിലും കൈകാര്യം ചെയ്യുന്ന ഗ്രാമപ്രദേശങ്ങളിലടക്കം സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്ന ഒരു മേഖലയാണ്. അതിൻ്റെ ഒരു പ്രശ്നം പ്രധാനമായി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മറ്റു പ്രശ്നമൊന്നും ഇല്ലാതാവുന്നില്ല. എല്ലാ പ്രശ്നവും എടുത്തുകൊണ്ടാണ് കേരളത്തിലാണ് ഏറ്റവും ശക്തമായി ഈ പ്രശ്നം ഉന്നയിക്കുന്ന ഒരു സംസ്ഥാനം. അതിനകത്ത് കേരളത്തിലെ ഉത്തരവാദിത്തമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, BJP അതിനകത്തില്ല. BJP ഇതിനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്, തുടർച്ചയായ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നമായതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അങ്ങനെ സമരത്തിലേക്ക് പോയത്. ശ്രീ PS ശ്രീധരൻപിള്ള, ഇവിടെ ഇപ്പോൾ
സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ള ഏജൻസികൾ, ആദായ നികുതി വകുപ്പ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതുമല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, ഇതൊക്കെ നമുക്ക് ഈ രീതിയിൽ കള്ളപ്പണമോ ഹവാല ഇടപാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴൽപ്പണ നീക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഏജൻസികളാണ്. എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുമാണ്. ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ഇപ്പോൾ എല്ലാ സഹകരണ ബാങ്കുകളും കള്ളപ്പണ നിക്ഷേപ കേന്ദ്രങ്ങളാണെന്ന് BJPയും പറയുന്നില്ല എന്ന് താങ്കൾ ആദ്യമേ വ്യക്തമാക്കുകയും ചെയ്തു. ഇനി അങ്ങനെ സംശയമുള്ള ബാങ്കുകളിൽ അവിടെ പരിശോധനയ്ക്ക് ഏതെങ്കിലും തടസ്സമുണ്ടോ? അവിടുന്ന് വിവരങ്ങൾ കിട്ടാത്ത അവസ്ഥയുണ്ടോ? അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കുന്നുണ്ടോ ആരെങ്കിലും? അത്തരം വിഷയങ്ങളല്ലേ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ പറയേണ്ടത്. അതല്ലാതെ ഇത് സഹകരണ മേഖലയെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ തുടർച്ചയായി BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതല്ലേ ഈ പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നം കുറെ കൂടി സങ്കീർണമാക്കുന്നത്? വിജയകുമാർ, ഇതിൽ അങ്ങനെ സഹകരണ മേഖലക്കെതിരായിട്ട് ഒറ്റപ്പെട്ട നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടായൊക്കെ എനിക്കറിയില്ല, വ്യക്തിപരമായിട്ട് പറഞ്ഞായിരിക്കാം. കാരണം ഏതായാലും BJPയുടെ കേന്ദ്രത്തിൽ ഞാൻ പറയാം, 21,000 BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ 21,000 പ്രാഥമികമായി ഇതുപോലുള്ള സൊസൈറ്റികളുണ്ട്. ഗുജറാത്തിൽ 8,100 ഉണ്ട്. ഇതിനെല്ലാം കണക്കിലെടുത്ത് ഇതിൻ്റെ എല്ലാം ആ മേഖല ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇത് ആവർത്തിക്കുന്നില്ല. ഈ കള്ളപ്പണം നിയന്ത്രിക്കേണ്ട പ്രശ്നം വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, റിസർവ് ബാങ്കിനോട് ബന്ധപ്പെട്ടത് ഞാൻ വിശദീകരിച്ചതാണ്. അതുകൊണ്ടാണ് അതിൽ തന്നെ ഇളവ് ചേർത്തിട്ട് അത് കൊണ്ടുപോകാൻ കേരളത്തിൻ്റെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തിയപ്പം കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ അതിനെ സംബന്ധിച്ച് കേരളത്തിൽ കോപ്പറേറ്റീവ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കും, എത്രയും പെട്ടെന്ന് ശ്രമിക്കും. ഒരു കാര്യം. പക്ഷേ രണ്ടാമത് ഞാൻ കോപ്പറേറ്റീവ് മേഖലയിൽപ്പെട്ട ഇവർ രണ്ടു കൂട്ടരും ബാലഗോപാലും ശൂരനാടും ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് കോപ്പറേറ്റീവ് മേഖല സ്റ്റേറ്റ് സബ്ജക്റ്റായിട്ടല്ല കൺകറൻറ്റ് സബ്ജക്റ്റാക്കിക്കൊണ്ട് അന്തർ സംസ്ഥാനത്തിൽ 2-3 സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് മൾട്ടി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നല്ലോ, സൊസൈറ്റികൾ വന്നല്ലോ. അതിനുവേണ്ടി വന്ന അവസരത്തിൽ ക്ലിയറൻസ് നോ ഒബ്ജക്ഷൻ വേണം എന്നൊരു വ്യവസ്ഥ വെച്ചിട്ട് കേരളത്തിൽ മാത്രമാണ് നോ ഒബ്ജക്ഷനെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായി എതിർത്ത് കൊടുക്കാമായിരുന്നു. ഒരൊറ്റ സ്ഥാപനത്തിന് കൊടുക്കാതെ പിടിച്ചു വെച്ച കോപ്പറേറ്റീവ് മേഖലയിലെ ചെയ്ത UDF, അതിന് കൂട്ടി നിന്ന് LDF. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് ഗുജറാത്തിലെ ഒരു സൊസൈറ്റിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ നോ ഒബ്ജക്ഷൻ കൊടുക്കുന്നില്ല. റിട്ട് ഫയൽ ചെയ്തു, വളരെ വിശദമായി 2-3 ദിവസം ആർഗ്യൂ ചെയ്തിട്ട് അങ്ങനെയാണ് നോ ഒബ്ജക്ഷൻ ഇപ്പോൾ അടുത്ത കാലത്ത് കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് മേഖലയൊക്കെ ചിലരുടെ കൈകളിൽ വെച്ചിട്ട് പോകുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷവും കേരളത്തിനോട് ഞാൻ UDFനെ LDFനെ കുറ്റപ്പെടുത്താനല്ല. ഇതെല്ലാം അപ്പോൾ കോപ്പറേറ്റീവ് മേഖല വ്യാപിക്കാനും ജനങ്ങളിലേക്ക് സേവനം ചെയ്യാനുമുള്ള കാര്യത്തിന് തടസ്സം നിന്നത് ഞാൻ ആവർത്തിക്കുന്നു. 2005 UPA സർക്കാർ, ഒന്നാം UPA രണ്ടു കൂട്ടരും കൂടെ ചേർന്നുകൊണ്ട് ഭരിച്ച കാലത്ത് വെച്ച കമ്മിറ്റി, അതിൻ്റെ 2009 റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് എന്ന പേര് ഉപയോഗിച്ചുകൂടാ, അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള നിർദ്ദേശങ്ങൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആയിട്ടുള്ള ചില നിബന്ധനകൾ വന്നതും ആ നിബന്ധനകൾ കിട്ടിയ അവസരത്തിൽ അത് അവസരമാക്കിക്കൊണ്ട് ഇപ്പോൾ സാധാരണ നിക്ഷേപത്തിന് പോകുന്ന പോലെ ഉള്ള നിബന്ധനകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാർഡോ മറ്റു കാര്യങ്ങളോ ഐഡൻറ്റിറ്റി കാർഡോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ചെയ്യുന്ന രീതി വരികയും ഒക്കെ ചെയ്തു. അതിൻ്റെ അനാശാസ്യത നോക്കട്ടെ, അതൊന്നും ഇതിൽ കണക്ട് ചെയ്യേണ്ടതല്ല. പക്ഷേ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ ഈ പ്രാഥമികമായ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് നിശ്ചയിച്ച നീലകണ്ഠൻ പറയുന്ന അതല്ലാതെ അദ്ദേഹത്തിന് പണ്ട് നീലകണ്ഠൻ നമ്മുടെ എല്ലാം നിഷ്പക്ഷതയുടെ ഒരു പ്രതീകമായിട്ടൊക്കെ കണ്ട ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം അത്രത്തോളം, ഇപ്പം ഞാൻ എൻ്റെ പാർട്ടിയുടെ ചട്ടക്കൂട്ടി നിൽക്കുന്നത്, അദ്ദേഹം ആ ചട്ടക്കൂട്ടി എന്ന് പറയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളാണ്. അത് രാഷ്ട്രീയമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയണം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷാത്മകമല്ല വേണ്ടത്, സഹവർത്തിത്വമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും അപകടകരമായ തലത്തിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മാറിയിരിക്കുകയാണ്. അത് ഇതുകൊണ്ടൊന്നുമല്ല, കാലവർഷത്തിൻ്റെ ആയാലും എല്ലാം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ഇത് പുറത്തുനിന്ന് വരുന്ന പണം കൊണ്ട് നിലനിൽക്കുന്ന എക്കോണമിയാണ്. ഇതിനെല്ലാം ത്രെട്ട് ഉണ്ടാകുമ്പോൾ കൈ അയച്ച് സഹായിക്കുന്ന കേന്ദ്രവുമായി ഏറ്റുമുട്ടലിലേക്ക് ഒരു മുഖ്യമന്ത്രി തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്ന സംസ്ഥാനമായി മാറുമ്പോൾ, കോപ്പറേറ്റീവ് മേഖല സുരക്ഷിതമല്ല എന്നുള്ള മെസ്സേജ് ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആരാണ് അതിനെ തകർക്കാൻ പോകുന്നതെന്ന് അതിനെ സംബന്ധിച്ച് ആത്മാർത്ഥമുള്ള ആളുകൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണമെന്നാണ്. BJP ഒരിക്കലും ഈ സഹകരണ മേഖലയെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് BJPക്ക് നിൽക്കാൻ സാധിക്കില്ല. അത് ശരിയല്ല. കാരണം ഇത്രയധികം ആളുകൾ ഇൻവോൾവ് ചെയ്തു വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവൻ വേണ്ടാന്ന് വെക്കും. പിന്നെ കള്ളപ്പണം അതിനോട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഈ പശ്ചാത്തലത്തിൽ അത് അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ ഇത്ര ഭാവമാണോ? BJP നേതാക്കന്മാർ അതാ പറയുന്നത്. അതുകൊണ്ട് ഈ കള്ളപ്പണക്കാരുടെ ആളുകളായ UDFൻ്റെയും LDFൻ്റെയും സംവിധാനങ്ങൾ മാറുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അവർക്ക് ഫണ്ടുള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല,
അങ്ങനെയാണോ? ഇനി അത് നഷ്ടം വരുമെന്നുള്ള വിഭ്രാന്തിയാണോ, പരിഭ്രാന്തിയാണെന്നറിയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അത് ജനകീയ സ്വഭാവത്തോടെ പരിഹരിക്കപ്പെടും. കേരള മന്ത്രിമാർ പോയി കണ്ടപ്പോഴും അവർക്ക് അത് ബോധ്യമായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ കൂടി അതിന് മതിയാകുമെന്ന് കരുതുന്ന, ആത്മാർത്ഥമായി കരുതുന്ന ഒരാളാണ് ഞാൻ. ശ്രീ ശൂരനാട് രാജശേഖരൻ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? BJPക്ക് സഹകരണ മേഖലയിൽ വലിയ സ്വാധീനമുള്ള കേരളത്തിൽ സഹകാർ ഭാരതി എന്ന ഒരു സംഘടനയൊക്കെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും BJPക്ക് കേരളത്തിലെ സഹകരണ മേഖലയിൽ വലിയ പ്രാതിനിധ്യമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് കയറുക ജനാധിപത്യ വഴിയിലൂടെ മാത്രമേ നടക്കുകയുമുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ UDFൻ്റെയോ LDFൻ്റെയോ അല്ലെ കോൺഗ്രസിൻ്റെയോ CPIMൻ്റെയോ നേതൃത്വത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളൊക്കെ കള്ളപ്പണത്തിൻ്റെ കേന്ദ്രങ്ങളാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം മാത്രം ഉന്നയിക്കുകയാണ് BJP. അതിനപ്പുറത്തേക്ക് ഇതിൽ വസ്തുതകളുടെ ഒരു തരിമ്പുമില്ല എന്ന അഭിപ്രായക്കാരനാണോ താങ്കൾ? വിജയകുമാർ, ഞാൻ ആദ്യമായി എനിക്കൊരു 2 മിനിറ്റ് തരണം. ഞാൻ ബാലഗോപാലൻ നേരത്തെ പറഞ്ഞതും നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പറഞ്ഞതുമായ ഒരു കാര്യമുണ്ട്. സഹകരണ മേഖല എന്ന് പറയുമ്പോൾ വളരെ ബ്രോഡായി നമ്മൾ പറഞ്ഞു പോവുകയാണ്. ആ സഹകരണ മേഖല എല്ലാം കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പം അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയ്ക്ക് അത് ശരിയായി മനസ്സിലായോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈമറി ബാങ്കുകൾ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 2005 റിപ്പോർട്ട് പ്രകാരം പ്രൈമറി ബാങ്കുകളെ, പ്രൈമറി സൊസൈറ്റികളെ ബാങ്കായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു. അതിനെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തതാണ്. ഞാൻ അതിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രൈമറി ബാങ്കുകളെ നിക്ഷേപം സ്വീകരിക്കാനും അത് പണം തിരിച്ചു കൊടുക്കാനും അനുവദിക്കണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്, സഹകരണ മന്ത്രി ആവശ്യപ്പെടുന്നത്, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഒറ്റടക്ക ആവശ്യപ്പെടുന്നത്, റിസർവ് ബാങ്ക് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ ലൈസൻസ് കൊടുത്തിട്ടുള്ള ജില്ലാ സഹകരണ ബാങ്കുകൾ, 14 ജില്ലാ സഹകരണ ബാങ്കുകൾ ലൈസൻസ് പ്രവർത്തിക്കുകയാണ്. അവിടെ KYC നിയമപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ ആ നിയമപ്രകാരം ചെയ്യിക്കുന്നു. TDS പിടിച്ചിട്ട് TDSന്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഇൻകം ടാക്സിന് കൊടുക്കുന്നു. അതനുസരിച്ച് ചെയ്യുന്ന 14 ജില്ലാ സഹകരണ ബാങ്കുകളും അതിൻ്റെ 793 ബ്രാഞ്ചുകളെയും പ്രവർത്തിക്കാൻ 8-ാം തീയതി മുതൽ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് BJPയുടെ പ്രമുഖനായ നേതാവാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള. അങ്ങ് ഇടപെടണം ഇക്കാര്യത്തിൽ. മറ്റ് പ്രൈമറി ബാങ്കുകൾ അവിടെ നിൽക്കട്ടെ. പ്രൈമറി ബാങ്കുകൾക്ക് ജില്ലാ ബാങ്കുകളിൽ പണം കിട്ടിയാലും കൊടുക്കാനും വന്നാൽ ഞങ്ങളത് കൊടുത്തോളാം. അത് കൊടുക്കുന്നതിന് ജില്ലാ ബാങ്കുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈമറി ബാങ്കുകൾക്ക് ഈ 63,000 കോടി രൂപ നിക്ഷേപം ഉണ്ടായത് പ്രൈമറി ബാങ്കുകളുടെയും അത് ജില്ലാ ബാങ്കുകൾ എത്തിച്ചതിൻ്റെയും ജില്ലാ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കിന് കൊടുത്തതുമായ തുകയാണ് 63,000 കോടി രൂപ. ആ നിക്ഷേപം എങ്ങനെയാ പാവപ്പെട്ട ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾ അവരുടെ പെൻഷൻ പറ്റിയ പണം പൂർണ്ണമായി കൊടുത്തിട്ടുള്ളത് ഈ പ്രൈമറി ബാങ്കുകളിലും ജില്ലാ ബാങ്കുകളുമാണ്. പ്രൈമറി ബാങ്കുകൾക്ക് ബാങ്കിങ് ഇടപാട് കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അവിടെ മുഖ്യമന്ത്രി പോലും ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹകരണ മന്ത്രിയും പറയുന്നില്ല, ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ബാങ്കുകളെ എന്തിനു നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു? എന്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല? അത് ബോംബെ മേഖലയിലും ഡൽഹിയിലും പ്രവർത്തിക്കുന്ന ചില ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് കേരളത്തിന്റെ കുമിഞ്ഞുകൂടുന്ന സഹകരണ മേഖലയിൽ കുമിഞ്ഞുകൂടുന്ന ഈ ഡെപ്പോസിറ്റ്, അത് വിശ്വാസ്യതയുടെ പേരിൽ വരുന്ന ഡെപ്പോസിറ്റാ. അതിലാണ് അവരുടെ കണ്ണ്. ഈ തുക അടിച്ചുകൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമത്തെ BJP ഒറ്റക്കെട്ടായി നേരിടണം, ഒറ്റക്കെട്ടായി നിൽക്കണം. പിണറായി മുഖ്യമന്ത്രിയോടൊപ്പം ഈ സമരത്തിന് പിന്തുണയുണ്ടെന്ന് UDF പറയാൻ കാരണം BJP അക്കാര്യത്തിൽ നിൽക്കണം. നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യണം. ഇവിടെ ശേഖരിക്കുന്ന പണം ഈ നാട്ടിലെ പാവങ്ങൾക്ക് പ്രവർത്തിക്കാൻ, മൃഗങ്ങള കൊടുക്കാനും ചെറിയ കച്ചവടം നടത്താനും മറ്റ് വ്യവസായങ്ങൾ നടത്താനും കൃഷി നടത്താനും വേണ്ടി ചിലവാക്കുന്നത് സഹകരണ ബാങ്കിലെ നിക്ഷേപമാണ്. തെറ്റായ ഒരു കാര്യം. പിന്നെ പ്രൈമറി ബാങ്കുകളിൽ KYCയുടെ നിബന്ധന പ്രകാരം പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കള്ളപ്പണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കണം. രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം അത് കണ്ടെത്തുന്നതിനും പിടിക്കുന്നതിനും ഒരെതിരും ആരും നിൽക്കില്ല. സഹകരണ മേഖലയിലുള്ളവർ ഞങ്ങളൊക്കെ അതിന് അനുകൂലമാണ്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ 30,000 കോടി രൂപ സഹകരണ മേഖലയിൽ കള്ളപ്പണം നിൽക്കുന്നുവെന്ന് കാടടിച്ച് ഒരു വെടിവെച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കള്ളന്മാരാകുന്നതിന് തുല്യമാണ്. ശ്രീധരൻപിള്ളയെ പോലുള്ള നേതാക്കന്മാർ അതിന് നിൽക്കരുത്. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള നേതാവായതുകൊണ്ടാണ് ഞാൻ ശ്രീധരൻപിള്ളയെ പറ്റി പറയുന്നത്. അങ്ങ് ഇടപെടണം. നിങ്ങൾ BJPയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മുമ്പിൽ പറയണം, ജില്ലാ ബാങ്കുകളും പ്രൈമറി ബാങ്കുകളും രണ്ടും രണ്ടാണ്.
ജില്ലാ ബാങ്കുകൾ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ റിസർവ് ബാങ്കിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവരെ മാത്രം നിങ്ങൾ മാറ്റി നിർത്തരുത്. ഗുജറാത്തിലെ 8000 പ്രൈമറി ബാങ്കുകളോടൊപ്പം കേരളത്തിലെ 14 ജില്ലാ ബാങ്കുകളെയും ഈ 793 ബ്രാഞ്ചുകളെയും മാറ്റിവെക്കരുത്. 63,000 കോടിയുടെ ഡെപ്പോസിറ്റ് എവിടുന്ന് കിട്ടിയെന്ന് നിങ്ങൾ അന്വേഷിക്കണം. പാവങ്ങളുടെ പെൻഷൻ പറ്റിയ തുകയും വസ്തു വിറ്റ കാശും കുട്ടികളെ കെട്ടിക്കാനുള്ള പണവും ഒക്കെയാണ് അവിടെ കിടന്ന് വീർപ്പ് മുട്ടി കിടക്കുന്നത്. ശരി, അതാണ് അത് വളരെ വ്യക്തമായി ശ്രീ ശൂരനാട് രാജശേഖരൻ അക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് മറുപടി പറയാനുണ്ടാവും. ഞാൻ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അരുൺ ജെയ്റ്റ്ലിയെ കണ്ട്, കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കണ്ട് ഈ നോട്ടുമാറ്റലടക്കമുള്ള കാര്യങ്ങളിൽ, നിക്ഷേപം സ്വീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇളവുകൾ വേണം സഹകരണ ബാങ്കുകൾക്കെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് തിരികെ പോകുന്ന ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ കാണുന്നത് ജില്ലാ സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നൽകിയ ആ അധികാരം എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി മുതൽ നിക്ഷേപം സ്വീകരിക്കേണ്ട, പഴയ നോട്ടുകൾ നിക്ഷേപമായി സ്വീകരിക്കേണ്ട എന്ന് RBI ജില്ലാ സഹകരണ ബാങ്കുകളോടും പറഞ്ഞു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് വളരെ അനുഭാവപൂർവ്വം പ്രതികരിച്ച അരുൺ ജെയ്റ്റ്ലി അതിനുശേഷം മുഖ്യമന്ത്രി കേരളത്തിൽ വരുമ്പോഴേക്കും RBI ഇങ്ങനൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ എന്ത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി, അല്ലെങ്കിൽ എന്ത് ഇടപെടൽ ഉണ്ടായി എന്നാണ് താങ്കൾ കാണുന്നത്? ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നമ്മുടെ പഴഞ്ചൊല്ല് പോലെ അല്ല. ഒരു വെടിക്ക് നിരവധി പക്ഷികളുണ്ട് മോഡിയുടെയും BJPയുടെ അജണ്ടയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അവരുദ്ദേശിക്കുന്ന ദുരുദ്ദേശങ്ങൾ മുഴുവൻ പുറത്തു വന്നിട്ടില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ സാമ്പത്തിക രംഗം തകർന്നതും ബാഡ് ഡെറ്റ്സ് എഴുതി തള്ളാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നമ്മുടെ കേരളത്തിൻ്റെ ട്രഷറി ബാങ്കായിരുന്നു. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇപ്പോൾ SBI ആയിട്ട് ലയിപ്പിക്കുന്നു, അതുപോലെ മറ്റു ചില ബാങ്കുകൾ ലയിപ്പിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക താല്പര്യത്തിന് കുഴപ്പമുണ്ടാകും എന്നുള്ള ചർച്ച ഇപ്പോൾ തന്നെ വരികയാണ്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനല്ല വലിയ തോതിലുള്ള ബാഡ് ഡെറ്റ്സ് ഉള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വലിയ തോതിലുള്ള കിട്ടാക്കടമുണ്ട്. ഏറ്റവും കൂടുതൽ പണം എഴുതിത്തള്ളിയതും അവരുടെ ലിക്വിഡിറ്റി റേഷ്യോ ഉൾപ്പെടെ താഴെ പോയതും ഒക്കെ വലിയ ചർച്ചയായതാണ്. നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന ഒരു 1-2 ബാങ്കുകൾ ഇതുപോലെ പൊളിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഏറ്റെടുത്ത് പൊളിഞ്ഞതുണ്ട്. ധനലക്ഷ്മി ബാങ്ക് റിലയൻസിൻ്റെ താല്പര്യത്തോടുകൂടി അതിനകത്ത് ചെറിയ ആളുകൾ വന്നെടുത്തിട്ട് ധനലക്ഷ്മി ബാങ്കിൽ ധാരാളം പണം ഉണ്ടായിരുന്നു. നമ്മുടെ ദേവസ്വങ്ങളുടെയൊക്കെ പണം അതിനാന്ന് ശ്രീ ശ്രീധരൻപിള്ള ഉൾപ്പെടെ പറയേണ്ടതാണ്. ദേവസ്വത്തിൻ്റെയൊക്കെ പണം കിടക്കുന്ന ബാങ്ക് തകർച്ചയുടെ വക്കിലേക്ക് എത്തി, ഇപ്പം നഷ്ടത്തിലായിരുന്നു. ഇപ്പോൾ വന്നു യെസ് ബാങ്ക് പോലെയും HDFC ബാങ്ക് പോലെയും ICICI ബാങ്ക് പോലെയുള്ള ബാങ്കുകൾക്ക്, വിദേശ ബാങ്കുകൾക്കൊക്കെ യഥേഷ്ടം പൈസ സ്വീകരിക്കാം എന്ന് പറയുന്ന നിയമമുള്ളപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ഒരു സഹകരണ ബാങ്കിനെ, നേരത്തെ ശൂരനാട് പറഞ്ഞതുപോലെ സഹകരണ ബാങ്കിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത് നിയമമനുസരിച്ച? റിസർവ് ബാങ്കിൻ്റെ നിയമമനുസരിച്ച്. റിസർവ് ബാങ്കിൻ്റെ നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ് ആക്ട് പാർലമെൻറ്റ് ചർച്ചയ്ക്ക് വന്നപ്പോൾ ചിദംബരമായിരുന്നു മന്ത്രി. ഞാനാണെന്ന് CPMൻ്റെ ഭാഗമായിട്ട് ചർച്ചയിൽ പങ്കെടുത്തത്. ഒരു അഷുറൻസ് അദ്ദേഹത്തിൽ നിന്ന് വലിയ തോതിൽ ഞങ്ങളെല്ലാം ചർച്ച ചെയ്ത് കേരളത്തിലെ സഹകരണ ബാങ്കിൻ്റെ, അപ്പം മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ ചില നേതാക്കന്മാർ, ഗുജറാത്തിലെ ചില നേതാക്കന്മാർ, BJPയുടെ ഒക്കെ ഇടപെട്ടു. അതായത് നേരത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും മാത്രമായിരുന്നു റിസർവ് ബാങ്കിൻ്റെ എല്ലാ നോംസും ബാധകം. ആ സ്റ്റേറ്റ് എന്ന വാക്കെടുത്ത് കളഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് ചേർത്തു. എന്ന് പറഞ്ഞാൽ താഴെ വരെയുള്ള ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൻ്റെ നിയമങ്ങളെല്ലാം ബാധകമാക്കിയുള്ള നിയമം പാസ്സാക്കിയത് ചിദംബരം മന്ത്രിയായിരിക്കുമ്പോഴാണ്. അന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി, അദ്ദേഹം ഞങ്ങളൊക്കെ റെസ്പെക്ട് ഉള്ളതാണ്, പ്രതിപക്ഷം എന്തായിരുന്നല്ലോ അദ്ദേഹമാണ് എണ്ണിച്ചിട്ട് കേരളത്തിൽ നിന്ന് പറയുന്ന ആളുകൾ പറയുന്നതിനകത്ത്, ബാലഗോപാൽ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മറ്റു 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ചിദംബരം അഷുറൻസ് തന്നു, പ്രാഥമിക ബാങ്കുകൾക്ക് ഉള്ള ചില പരിഗണന കൊടുക്കാമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഉള്ള ജില്ലാ ബാങ്കും സംസ്ഥാന ബാങ്കും താഴത്തെ ധനകാര്യ സ്ഥാപനങ്ങളെയും അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് വിദേശ ബാങ്കുകളെ അംഗീകരിക്കുന്നത്, യാതൊരു നിയന്ത്രണമില്ലാത്ത സ്വകാര്യ ബാങ്കുകളെ അംഗീകരിക്കുന്നത്. ഇതെന്ത് ന്യായമാണ്? ഇതിൻ്റെ അർത്ഥം ഒന്ന്, വലിയ ബിസിനസ് ഹൗസസിന്, വലിയ ബാങ്കുകൾക്ക് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലെ പണം 1,30,000 കോടിയൊക്കെ ഡെപ്പോസിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ പണം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ പാവപ്പെട്ട മലയാളികൾ ഗൾഫിലും മറ്റു സ്ഥലങ്ങളിലും മണലിൽ കടന്ന് വെയിലത്ത് കടന്ന് ഉണ്ടാക്കുന്ന പൈസയും നാട്ടിലെ കൃഷിക്കാരുടെ പൈസയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ധനലക്ഷ്മി ബാങ്ക് അടക്കം അടച്ചു പൂട്ടാൻ ശ്രമിച്ചതുപോലെ, കൊച്ചിൻ ബാങ്ക് പണ്ട് പൂട്ടിയതുപോലെ പൂട്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു സാമ്പത്തിക താല്പര്യം ഇത് കാണണം. അല്ലാതെ അതാ പറഞ്ഞു, ഒറ്റ താല്പര്യം മാത്രമല്ല ശ്രീ മോഡിയെ നയിക്കുന്നത്, പല താല്പര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാവുന്നില്ല.
3.5 ലക്ഷം കോടി രൂപ ഈ നിയന്ത്രണം വരുന്നതിന് തൊട്ട് തലേ മാസത്തിൽ ഇഷ്ടം പോലെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സ്വകാര്യ മേഖലയിലെ ചില വ്യക്തികൾക്ക് സഹായം കൊടുത്ത ആ സാമ്പത്തിക നയം തന്നെയാണ് അവർ തുടരുന്നത്. സഹകരണ ബാങ്കുകളുടെ പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ ആകെ ധനകാര്യ മേഖല, ഇന്ത്യയിലെ ആകെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഈ നയം BJPയുടെ എന്തോ രഹസ്യ അജണ്ടയാണ്. 1-2 അജണ്ടകളല്ല, പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഈ പ്രശ്നം. ഇന്നിപ്പോൾ TV ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നാളെ പ്രായമായവർക്ക് മാത്രമേ നോട്ട് മാറ്റാൻ പറ്റൂ, മറ്റുള്ളവർക്ക് നാളെ നോട്ട് മാറ്റാൻ പറ്റില്ല. കൊല്ലത്ത് തന്നെ എനിക്കറിയാം, കശുവണ്ടി ഫാക്ടറികളിൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ പറ്റുമെന്നുള്ള സംശയം. 2 ലക്ഷം കശുവണ്ടി തൊഴിലാളികളുണ്ട്, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്നലെ അല്പം 50 ലക്ഷം രൂപയാണ് കാശു കോർപ്പറേഷൻ അനുവദിച്ചത്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും തകർച്ച വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എങ്ങനെയാണ് ശ്രീധരൻപിള്ളയെ പോലുള്ള ആളുകൾ ഈ കാര്യങ്ങളെ കാണുന്നത്? കേരളത്തിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു താല്പര്യം, കേരളത്തിലെ 1.5 ലക്ഷം കോടി രൂപ മറ്റു ബാങ്കുകൾ അടിച്ചുകൊണ്ട് പോയി തകർക്കാൻ ശ്രമിക്കാൻ നമ്മൾ സമ്മതിക്കാവോ? BJPക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യമില്ലേ? ഇന്ത്യയിലാകെയുള്ള ഗുജറാത്തിലെ മഹാരാഷ്ട്രയിലെ സാധാരണക്കാരുടെ താല്പര്യമില്ലേ? അതിന് അദ്ദേഹം ആ തരത്തിൽ തന്നെ മറുപടി പറയും BJPക്ക് വേണ്ടിയെന്ന് ഞാൻ കരുതുന്നു. ശ്രീ PS ശ്രീധരൻപിള്ള, വളരെ ഗൗരവമുള്ള ആരോപണമാണ് ആ വിഷയത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. താങ്കൾക്ക് അതിന് മറുപടി പറയുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നിക്ഷേപം സ്വീകരിക്കാൻ, പഴയ നോട്ടുകൾ നിക്ഷേപമായി സ്വീകരിക്കാനുള്ള അവകാശം, അധികാരം 1 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തു കളഞ്ഞത്? സംസ്ഥാന സർക്കാർ അത് വിപുലീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള അധികാരം കൂടി എടുത്തു കളയുകയാണ് ചെയ്തത്. അതെന്തിനായിരുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരില്ലേ? കോപ്പറേറ്റീവ് സെക്ടറിനെ, സഹകരണ മേഖലയെ തകർക്കാനുള്ള വലിയ തോതിലുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിൽ അറിഞ്ഞോ അറിയാതെയോ BJP നേതാക്കൾ പങ്കാളികളാകുന്നു എന്ന വലിയ രാഷ്ട്രീയ ആരോപണമാണ് ഇപ്പോൾ ശൂരനാട് രാജശേഖരനും ശ്രീ KN ബാലഗോപാലും ഉന്നയിക്കുന്നത്. മറുപടി. ഞാൻ ആ ആരോപണത്തെ അവർ പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് നിഷേധിക്കുകയാണ്. BJP അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഈ തനി മലയാള ഭാഷ പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പം ഇതിൽ ബാലഗോപാലൊക്കെ പറഞ്ഞത് വരുമ്പം ഞാൻ വ്യക്തിപരമായി BJPയുടെ അഭിപ്രായവും അല്ല പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം, ബാങ്ക് നാഷണലൈസേഷൻ തൊട്ട് ബാങ്ക് നാഷണലൈസേഷൻ കാലത്ത് എന്താണോ ആക്ഷേപമായിട്ട് ചില ആളുകൾ അന്ന് സുപ്രീം കോടതിയിൽ പൽക്കിവാല ഉന്നയിച്ചത് തൊട്ട് ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ എവിടെയാണ് പരാജയം പറ്റിയതെന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കണം. ബാലഗോപാലിനെ പോലെ വായിക്കുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് പഠിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അത് ഇത് BJPയുടെ അഭിപ്രായം പറയുന്നത്, നാളെ ബാങ്ക് ദാസൽക്കർ ഞങ്ങൾ എതിർത്തു പറയുന്നത്. അവിടെയാണ് തെറ്റുപറ്റിയത്. നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്തു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 34% അദ്ദേഹം അധികാരത്തിലേക്കും ബാങ്കിൻ്റെ റീച്ച്. അത് 92%-ലേക്ക് 3-4 സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏതാണ്ട് 92%-ലേക്ക് അത് റീച്ച് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ടൊരു ഒരു പ്രധാനമന്ത്രി ചെയ്യുമ്പം കള്ള നോട്ടായാലും അല്ലെങ്കിൽ പിന്നെ കള്ളപ്പണമായാലും ഇല്ലാതാക്കാനുള്ള ഒരു പ്രതിബദ്ധത ഏറ്റെടുത്തതാണ്. 2004 BJPയുടെ മാനിഫെസ്റ്റോയിലാണ്. അതിൽ ചെയ്യാവുന്ന കാര്യം ഒരുപാട് എല്ലാ കാര്യത്തിലും പൂർണ്ണതയൊന്നും ആരും അവകാശപ്പെടുന്നില്ല. ഒരു ശ്രമം നടത്തുമ്പോഴേക്കും അത് വിജയകുമാറെ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സുപ്രീം കോടതി മോണിറ്ററിങ്ങോട് കൂടിയാണല്ലോ വിദേശത്തുള്ള കള്ളപ്പണം കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞത്. ഈ 15 ലക്ഷം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേ അച്യുതാനന്ദനൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കല്ല, അതിനെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അന്ത്യശാസനം 2 തവണ സുപ്രീം കോടതി കൊടുത്തിട്ടും വിദേശത്തെ കള്ളപ്പണം കൊണ്ടുവരാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാതെ, അന്ത്യശാസനം എന്നുള്ള വാക്ക് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, അങ്ങനെ ഒരു രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആദ്യ ക്യാബിനറ്റ് മീറ്റിങ്ങിലാണ് സിൻഹയെയും പസായത്തിനെയും എടുത്തത്. നിങ്ങളൊന്ന് ആലോചിക്കണം, പസായത്ത് എന്ന് പറഞ്ഞ ജഡ്ജി ഒരേതെങ്കിലും ഒരു ജഡ്ജി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീറോ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പസായത്താണ്. ആ പസായത്ത് ഉൾപ്പെടെ നിഷ്പക്ഷമായി അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിച്ച് നരേന്ദ്രമോദി എതിർത്തോന്ന് നോക്കിയിട്ടല്ല, ആ 2 പേരെ നിയമിച്ചു. അവരുടെ നടപടികൾ നടക്കുന്നു. ലിസ്റ്റ് കൊണ്ടുവന്നതായാലും കൊടുത്തതായാലും ഇപ്പോൾ ഫിജിയുമായിട്ടുള്ള ഇടപാടിൽ കൂടെ വരുന്ന ആക്ഷേപത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. ഇതൊക്കെ ആത്മാർത്ഥതയുടേതായിട്ടുള്ള തെളിവുകളാണ്. രണ്ടാമത് ഇൻറ്റേർണലായിട്ടുള്ള കള്ളപ്പണം. ആ കള്ളപ്പണത്തെ സംബന്ധിച്ചിടത്തോളം വന്ന ഉടനെ തന്നെ ബാങ്കിങ് മേഖല ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് മാക്സിമം എത്തിക്കാനുള്ള ശ്രമം, ജൻധൻ പരിപാടിയായാലും അതിലൊക്കെ ഒരുപാട് പാളിച്ച പറയാൻ നിങ്ങൾക്ക് സാധിക്കും. 127 കോടി ആളുകളുള്ള ഒരു രാജ്യത്ത്, ബ്യൂറോക്രാറ്റ്സ് ഉള്ള രാജ്യത്ത് അതിനൊന്നും തർക്കമില്ല. അതൊക്കെ ആയിക്കൊള്ളട്ടെ, കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം അതൊക്കെ ആയിക്കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ഈ റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകളെ ഇതിൽ വിശ്വാസത്തിലെടുക്കാതെ? ഒന്ന് പറഞ്ഞോട്ടെ, ഒറ്റ മിനിറ്റ് ഞാൻ നിർത്തിയേക്കാം.
അല്ല, ഞാൻ പറയട്ടെ, അതെടുത്തു. അതിനുശേഷമുള്ള സെക്കൻഡ് നടപടി കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് വ്യവസ്ഥാപിതമായിട്ട് മാറ്റാൻ അതിനും അവസരം കൊടുത്തു. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എടുത്തു, നാലാമത്തെ. ആ സമയത്താണ് കള്ളപ്പണക്കാരുടെ ഏജന്റുമാരെ പോലെ അതിനെതിരെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ, അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നത്. നിങ്ങൾ ചോദിച്ചല്ലോ കേരളത്തിലെ പിന്നെ കോപ്പറേറ്റീവ് ജില്ലാ ബാങ്കുകളെ പറ്റി ചോദിച്ചല്ലോ. ആ കാര്യം ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ള അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ലേ ചെയ്യാൻ സാധിക്കൂ. ആദ്യം ഏത് അസാധാരണ നടപടി രാജ്യത്തുണ്ടാകുമ്പോൾ, ഞാൻ സാധാരണമല്ല അസാധാരണമാണ്, അതിൽ പ്രതിപക്ഷം സഹകരിച്ച ചരിത്രമേ ഉള്ളൂ. 71 എങ്ങനെയാണ് നഗർവാല സംഭവത്തിൽ ഇന്ദിരാഗാന്ധിയെ കള്ളിയെന്ന് വിളിച്ച വാജ്പേയി, ആ നഗർവാലയെ നമുക്കറിയാമല്ലോ, 60 ലക്ഷം രൂപ നഗർവാലയും കൊല്ലപ്പെട്ടു. അതിനുശേഷം ഉണ്ടായിരുന്ന അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ട നാട്ടിലെ ആ കള്ളത്തരമെന്ന് പറഞ്ഞാൽ അവരെ കരയിപ്പിച്ചു പാർലമെൻറ്റ് വാജ്പേയി. പക്ഷേ ബംഗ്ലാദേശ് യുദ്ധം 4 മാസത്തിനുള്ളിൽ വന്നപ്പം ദുർഗാദേവി എന്നാണ് പറഞ്ഞത്. ഇത് തന്നെ ഉണ്ടായി 92 എൻ്റെ ശൂരനാട്ട് എൻ്റെ സഹോദരനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 91 ഡിസംബർ മാസം 17-ാം തീയതി നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രി നരസിംഹറാവുവിൻ്റെ അദ്ദേഹം പറഞ്ഞ എന്താ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി, 44 കൊല്ലം പരാജയപ്പെട്ടു. ആ പരാജയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ക്രൈസിസിലാണ്, സഹായിക്കണമെന്ന് വാജ്പേയിയുടെയും അദ്ദേഹം വീണ്ടും വായിക്കട്ടെ, അത് ഞാൻ പറയാം, വാജ്പേയിയുടെയും ഫെർണാണ്ടസിൻ്റെ പേര് പറഞ്ഞ് സഹായിക്കണമെന്നോടൊപ്പം ആ നിമിഷം മുതൽ അത് രാഷ്ട്രീയ നേട്ടമാക്കായിരുന്നു. കോൺഗ്രസിന് 44 കൊല്ലം പരാജയപ്പെട്ടതിന് അവരെ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തെ എതിർക്കായിരുന്നു. പക്ഷേ ക്രൈസിസിലായപ്പോൾ സഹകരിക്കുക ഉണ്ടായത്. ഈ സഹകരണ മനസ്ഥിതി കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അവരുടെ നിലപാട് വേറെയാണ്. കോൺഗ്രസ് എങ്കിലും ആ നിലപാട് എടുക്കേണ്ടതായിരുന്നു. ആ ഉത്തരവാദിത്തം അസാധാരണമായ നടപടി കൂടെ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പം പ്രതിക്കൂട്ട് നിർത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുകയല്ല. അതുകൊണ്ട് സത്യം വിജയിക്കും. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത സമൂഹം അംഗീകരിക്കപ്പെടും. എനിക്ക് അക്കാര്യത്തിൽ 100% വിശ്വാസമുണ്ട്. കേരളത്തിലെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം കോപ്പറേറ്റീവ് മേഖല അത് പ്രത്യേകമായി ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അക്കാര്യത്തിൽ മറ്റ് BJP നേതാക്കൾക്കുള്ള അത്രയും അഭിപ്രായ വ്യത്യാസം താങ്കൾക്കില്ല എന്ന് വേണം ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് താങ്കളുടെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ താങ്കളുടെ അതിലേക്ക് വീണ്ടും വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളോ മമതാ ബാനർജിയോ ഇപ്പോൾ പിണറായി വിജയനോ ഒക്കെ എന്തൊക്കെ നിലപാടുകളോ എന്തൊക്കെ സമരമുറകളോ ഒക്കെ സ്വീകരിച്ചാലും അതൊന്നും കേന്ദ്ര സർക്കാർ കാര്യമായി എടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ വരുന്ന വാർത്ത, നാളെ ഒരു ദിവസം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി മാത്രമേ ഈ നോട്ട് മാറ്റുന്ന പ്രക്രിയയിൽ അവരെ മാത്രമേ നാളെ പങ്കാളികളാക്കുകയുള്ളൂ. അതായത് നിയന്ത്രണങ്ങൾ, പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ വിഷയത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മഷി ചേർക്കുന്നു, അല്ലെങ്കിൽ മാറുന്ന നോട്ടിൻ്റെ 2000 രൂപയാക്കി കുറയ്ക്കുക, ഇങ്ങനെ കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നാളെ വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങളെ പണം കൊടുത്ത് ബാങ്കിലേക്ക് അയക്കണം. അപ്പോൾ സർക്കാർ അതിൻ്റെ അക്കാര്യത്തിൽ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ കണ്ടില്ലെന്നോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യുകയാണ് ഈ ഘട്ടത്തിലും. പക്ഷെ ഇവിടെ വിജയകുമാറെ എനിക്കൊരു ഭയമില്ല ഈ കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പട്ടാളം ഉണ്ട്, മോഡിയുടെ കയ്യിൽ അധികാരമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, തെരുവിലിറങ്ങിയ പാവപ്പെട്ട മനുഷ്യർക്ക് എന്നേക്ക് മറുപടി കൊടുക്കാനാവും എന്ന ചോദ്യമുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യർക്ക് മറുപടി കൊടുക്കാതിരുന്നാൽ അത് ഒരു അധികാരം കൊണ്ടും അതിനെ തുടരാനാവില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കൃത്യമാണ്, കിട്ടുന്ന പൈസയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇനിയും ദുരിതത്തിലേക്ക് കൂടുതൽ പോവുകയാണ് എന്നർത്ഥം. നോട്ട് പുതുതായി അടിക്കുന്നതിനെ കുറിച്ച് വലിയ വാർത്തകളൊന്നുമില്ല, കുറച്ച് 500-ന്റെ അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്രൈസിസ് വന്നാൽ നമ്മുടെ ഗ്രാമീണ സാമ്പത്തിക സാമൂഹ്യ ചെറുകിട മേഖലകൾ മുഴുവൻ തകരുകയാണ്. ആ തകർച്ച നേരിടാൻ അവിടെയാണ് സുപ്രീം കോടതി ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി. നിങ്ങൾ രാജ്യത്തെ കലാപത്തിലേക്കാണോ നയിക്കുന്നത്? രാജ്യം കലാപത്തിലേക്ക് പോകരുത് എന്നാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ വന്നാൽ ഗവൺമെന്റിന് മാറ്റാതിരിക്കോ? എല്ലാ കലാപത്തെയും നേരിട്ട് അടിച്ചമർത്തിയ ഭരണകർത്താക്കളുണ്ട്. അങ്ങനെയാണോ മോഡി പോകുന്നത്? അല്ല, കലാപത്തിൽ നിന്ന് ഉൾക്കൊള്ളാനാണോ പോകുന്നത്? സമരത്തെ ഉൾക്കൊള്ളുകയാണോ അതോ നിരാകരിക്കുകയാണോ എന്നുള്ളതൊരു ഭരണാധികാരിയുടെ അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അത് അദ്ദേഹത്തിന് ചെയ്യാം. പക്ഷേ ജനങ്ങൾക്ക് കലാപത്തിൽ പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായാൽ അത് ഈ പറഞ്ഞ ഉറപ്പൊന്നും നമുക്കത്ര വേണ്ട ഒരു ഭരണകൂടത്തിനും എന്ന് ഞാൻ പറയുന്നുള്ളൂ. ശരി, ശ്രീ ശൂരനാട് രാജശേഖരൻ, ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ സഹകരണ മേഖലയിൽ LDF-നും UDF-നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടല്ലോ. കേരള സഹകരണ ബാങ്ക് എന്നൊരാശയം ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നപ്പോൾ
UDF അതിനെ എതിർത്തിട്ടുള്ളതുമാണ്. ഈ സഹകരണം ഇപ്പോൾ ഈ സമരത്തോട് സഹകരിക്കുന്നു, ഈ വിഷയത്തിൽ ഒരുമിച്ച് നീങ്ങാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, സർവകക്ഷി യോഗമൊക്കെ വരുന്നു, അവിടെയും ഇതേ നിലപാടായിരിക്കും. ഈ കേരള സഹകരണ ബാങ്കിന്റെ കാര്യത്തിലും ഈ സഹകരണം പ്രതീക്ഷിക്കാമോ? അല്ല, ഞാൻ വിജയകുമാർ, അതിനു മുമ്പ് ശ്രീരംപിള്ള രണ്ട് കാര്യം പറഞ്ഞാൽ ഒരു കാര്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. 1969 ബാങ്ക് ദേശസാൽക്കരണത്തെ പറ്റി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അതും ഇതുമായിട്ട് യോജിപ്പിക്കരുത്. ബാങ്ക് ദേശസാൽക്കരണം ഒറ്റ കാരണം കൊണ്ടാണ് 2008 ആഗോള മാന്ദ്യത്തിൽ ഇന്ത്യ മാത്രം പിടിച്ചു നിന്നത്. ചീട്ടുകൂട്ടാരന്മാരെ വൻകിട രാജ്യങ്ങളെല്ലാം തകർന്നപ്പോഴും ഈ രാജ്യം പിടിച്ചു നിന്നത് ഇന്ദിരാഗാന്ധിയുടെ ബാങ്ക് ദേശസാൽക്കരണം. അതിന് മുന്നൊരുക്കമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നോട്ട് മാറാൻ ഇന്നൊരു ബാങ്കിൽ ചെന്നു. ആ ബാങ്ക് മാനേജറിനോട് പറയായിരുന്നു, ബാങ്ക് മാനേജരും അവരുടെ സീനിയർ മാനേജരും പറയായിരുന്നു, തലേ ദിവസം വരെ ഞങ്ങൾ സ്വകാര്യ ബാങ്കായിരുന്നു, പിറ്റേ ദിവസം ഞങ്ങൾ നാഷണലൈസ് ബാങ്ക്, ഗവൺമെന്റ് ബാങ്കായി. എത്ര ചടുലമായി ആ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞു. എന്തേ നരേന്ദ്രമോദി, ഞാൻ ശ്രീരംപിള്ള എന്നോട് ക്ഷമിക്കണം, നരേന്ദ്രമോദി കാണിച്ച നാടകങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതിനകത്ത്. ക്യാബിനറ്റ് യോഗം വിളിച്ചു കൂട്ടുന്നു, അവരോട് പറയുന്നു നമുക്ക് 1000 500 ഒന്ന് മാറ്റേണ്ടി വരും. അദ്ദേഹം പ്രസിഡന്റിനെ കാണാൻ പോകുന്നു, സർവ്വസൈന്യമാരെ കാണുന്നു, ഒരൊറ്റയാൾ പോലും ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറയുന്നു. തിരിച്ചു വരുന്നു, അദ്ദേഹം പത്രക്കാരുടെ അടുത്ത് പോകുന്നു. എന്തിനാണ് ഈ നാടകങ്ങളൊക്കെ? ഇതൊക്കെ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ നിർത്തി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ റിസർവ് ബാങ്കിനെ പോലും ജോലിക്കാരനാക്കി മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എന്തിനാണ് അദ്ദേഹം വരുന്നത്? അദ്ദേഹം ചെയ്ത കാര്യം നല്ല കാര്യമാണ്. കള്ളപ്പണം നിയന്ത്രിക്കാനും നല്ലതാണ്, കള്ളനോട്ട് മാറ്റാൻ നല്ലതാണ്, അതിനൊക്കെ ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ മുന്നൊരുക്കമില്ലായിരുന്നു. നാടകമാണ് നടക്കുന്നത് ഇത്രയും. ഈ നാടകമൊന്നും ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഇന്ദിരാഗാന്ധി ഭരിച്ച രാജ്യമാണിത്, ഒറ്റ രാത്രി കൊണ്ട് നാഷണലൈസേഷൻ നടത്തിയ സ്ഥലമാണിത്. കിഴക്കൻ ബംഗാളിനെ പശ്ചിമ ബംഗാളിനെ മാറ്റി ഇതാക്കി കൊടുത്ത സ്ഥലമാണ്. വാജ്പേയി പറഞ്ഞ ദുർഗയെന്ന് വിളിച്ച സ്ഥലമാണ്. അവിടെയൊന്നും മോഡിയുടെ നാടകം വിൽക്കത്തില്ല എന്ന് മാത്രമേ എനിക്ക് വിനീതമായ കാര്യത്തിൽ പറയാനുള്ളൂ. രണ്ടാമത്, പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇന്ന് നടത്തിയ സമരത്തോട് കേരളത്തിലെ ജനതയ്ക്ക് പൂർണ്ണമായി യോജിപ്പുണ്ട്. കാരണം അത്രത്തോളം കഷ്ടപ്പാടും ദുരിതവും വിഷമവും സങ്കടവും അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും രമേശത്തിലെയും ഞങ്ങളെല്ലാ അക്കാര്യത്തിൽ യോജിപ്പാണ്. പിന്നെ കേരള ബാങ്കിനെ പറ്റി ചോദിച്ചത്, കേരള ബാങ്കിനെ പറ്റി ചോദിക്കുമ്പോൾ മറ്റെല്ലാ കാര്യത്തിലുള്ള അഭിപ്രായത്തോടും അഭിപ്രായ വ്യത്യാസത്തോടും പോലെ തന്നെ ഈ കാര്യത്തിലും UDF അതിൻ്റെതായ വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴത്തെ സംവിധാനത്തിന് ഒരു തകരാറുമില്ല. ശ്രീരംപിള്ള നേരത്തെ സൂചിപ്പിച്ച കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. 2 ടയർ സംവിധാനം വേണോ? നമുക്ക് ഇപ്പോഴത്തെ സംവിധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പോവാം. കേരള സംസ്ഥാന സഹകരണ ബാങ്ക് 100 വർഷം പിന്നിട്ട ബാങ്കാണ്. 10 വർഷക്കാലം ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു. എനിക്കറിയാം ആ ബാങ്കിനെ നന്നായി കൊണ്ടുപോയാൽ അത് മതി. നേരത്തെ ബാലഗോപാൽ ഇവിടെ പറഞ്ഞ ഈ സംവിധാനം ഉണ്ടല്ലോ, അതായത് SBT പോയപ്പോൾ നമുക്കൊരു ബാങ്കില്ല. കേരള സംസ്ഥാന ബാങ്കിനെ, സഹകരണ ബാങ്കിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് 2 ടയർ സംവിധാനം വരുന്നതിലൊന്നും ഇവിടെ ആർക്കും ഇതില്ല. പക്ഷേ ഇതിനെയൊക്കെ മാറ്റിയിട്ട് കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം സഹകരണ ബാങ്കുകളിൽ നിലനിൽക്കുന്ന ഭീമമായ ഡെപ്പോസിറ്റുകളെ വഴിതിരിച്ച് ഗവൺമെന്റിലേക്ക് മാറ്റാനാണെങ്കിൽ UDF-ഉം സഹകരണ മേഖലയും അക്കാര്യത്തിൽ UDF-നുള്ള വിയോജിപ്പ് ഈ ഘട്ടത്തിൽ താങ്കൾ അറിയിക്കുകയായിരുന്നു. ഏതായാലും ഈ ചർച്ചയിൽ ഉയർന്നു വന്നത് ഇനിയും എത്ര ദിവസം രാജ്യം കാത്തിരിക്കണം, സഹകരണ മേഖലയിലെ പ്രതിസന്ധി മാത്രമല്ല സാധാരണ ജനങ്ങൾക്കാകെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ എത്ര ദിവസം രാജ്യം ഇനിയും കാത്തിരിക്കണം എന്നതാണ് സുപ്രീം കോടതിയും ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. ആ ചോദ്യം ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്, പ്രസക്തമാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KN ബാലഗോപാൽ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ ശൂരനാട് രാജശേഖരൻ, ശ്രീ CR നീലകണ്ഠൻ, എല്ലാവർക്കും നന്ദി.